സിനിമയും രംഗപാഠങ്ങൾ. പാനൽ ചർച്ച നയിക്കുന്നത് GP രാമചന്ദ്രൻ. ചലച്ചിത്ര നിരൂപണത്തിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് ലഭിച്ച വ്യക്തിയാണ് GP രാമചന്ദ്രൻ. കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ്. പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CS വെങ്കിടേശ്വരൻ, ദേശീയ ചലച്ചിത്ര അവാർഡ് ജേതാവും പ്രശസ്ത ചലച്ചിത്ര നിരൂപകനും ഡോക്യുമെൻ്ററി സംവിധായകനുമാണ് CS വെങ്കിടേശ്വരൻ. സജിത മഠത്തിൽ, സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവും അഭിനേത്രിയും നാടക പ്രവർത്തകയുമാണ് സജിത മഠത്തിൽ. MN വിനയകുമാർ, നാടകത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ സാഹിത്യകാരനും നാടക പ്രവർത്തകനുമാണ് MN വിനയകുമാർ. VD പ്രേംപ്രസാദ്, എഴുത്തുകാരൻ, നാടക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് VD പ്രേംപ്രസാദ്. വേദി 3 ചങ്ങമ്പുഴ മന്ദിരത്തിൽ പാനൽ ചർച്ച നാടകവും സിനിമയും രംഗപാഠങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവം ഇന്ന് 4-ാം ദിവസമാണ്. 20-ാം തീയതി ഇവിടെ നാടകവും സിനിമയും രംഗപാഠങ്ങൾ എന്ന വിഷയമാണ്. നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ തുടക്കം എന്നുള്ള നിലയ്ക്ക് പറയുന്നു. ഇതിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്ന 2 പേര് എത്തിയിട്ടില്ല. ബാക്കി അധ്യക്ഷത വഹിക്കുന്ന ഞാനും, അതുപോലെ പിന്നെ CS വെങ്കടേശ്വരൻ, സജിത മഠത്തിൽ, MN വിനയകുമാർ, VD പ്രേംപ്രസാദ്, ഇത്രയും അതിഥികളാണ് നമുക്കുള്ളത്. എല്ലാവരും തന്നെ പല രീതിയിൽ നാടകവും സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഞാൻ വിശദമായി ഓരോരുത്തരെയും നേരത്തെ പരിചയപ്പെടുത്തിയതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. തുടക്കം എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും പിന്നീട് ഒരു ഇൻറ്ററാക്റ്റീവ് സെഷനിലേക്ക് പോകണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നാടകം ഒരു കലാവിഷ്കാര പദ്ധതി എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായി നമ്മുടെ ഒപ്പമുണ്ട്. സിനിമ കുറേ കൂടി പുതിയ 1-1.5 നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ അതിൽ താഴെ മാത്രം ചരിത്രമുള്ള ഒരു മാധ്യമമാണ്. ഇത് വളരെ പ്രാഥമികമായി എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, സിനിമ ആദ്യ കാലഘട്ടത്തിൽ നാടകത്തിനെയാണ് അതിൻ്റെ ഒരു മാതൃക എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എപ്രകാരമാണ് അതിൻ്റെ ആഖ്യാനം നിർവഹിക്കുക? കാരണം കഥ പറയുന്നതിനുള്ള ഒരു മാധ്യമമായിട്ടല്ല സിനിമ രൂപപ്പെട്ടിട്ടുള്ളത്. ഒരു ശാസ്ത്ര സാങ്കേതിക സംവിധാനം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു അത്തരത്തിൽ വന്നിട്ടുള്ള സിനിമ കഥ പറയാൻ ആരംഭിക്കുമ്പോൾ അതിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഉണ്ടായിട്ടുള്ള ഈ നാടകത്തിൻ്റെ ആഖ്യാന മാതൃകകളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൻ്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ ഇവിടെ നമുക്ക് നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്, സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഒരു പ്രാഥമികമായ ഇത് പറയാം. ഒന്ന്, സ്റ്റേജ് എന്ന് പറയുന്ന നാടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള സ്റ്റേജ് സിനിമയിൽ വലിയ സ്വാധീനം ചെയ്തിട്ടുണ്ട്. ഒന്ന്, സിനിമയുടെ ലോങ് ടേക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു രംഗത്തിൻ്റെ ഒരു ആവർത്തനം പോലെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം പോലെയാണ് ഉണ്ടാകുന്നത്. ഒരു ലോങ് ടേക്കായിട്ടുള്ള ഒരു കാര്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു നാടകത്തിൽ ഒരു രംഗം അവതരിപ്പിക്കുന്നത് പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ ആഴം, സ്റ്റേജിൽ നിൽക്കുന്ന, ഇപ്പോൾ ഇതുപോലുള്ള ഒരു സ്റ്റേജിൽ ഇത്രയും ആളുകൾ നിൽക്കുന്നു അല്ലെങ്കിൽ പല സ്ഥലത്ത് നിൽക്കുന്നു
എന്നതിനെ അതേപോലെ സിനിമയിൽ കൊണ്ടുവരാൻ 3D സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും. സാധാരണ സിനിമയിൽ കൊണ്ടുവരുന്നതിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. അപ്പോൾ അതിന് ആ ദൂരവും അതുപോലെ തന്നെ ക്യാമറയിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ ഫ്രെയിമിനകത്ത് കഥാപാത്രങ്ങളെ വിന്യസിക്കുന്നതിൻ്റെ ദൂരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പച്ചെറുപ്പങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ നാടകത്തിൻ്റെ ഒരു മാതൃക മനസ്സിലുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അതാണ് ഒരു ഇതാണ് എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. അതുപോലെ തന്നെയാണ് സിനിമയിലും നാടകത്തിലും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് മിസൻസീൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റേജ് സെറ്റിംഗ് എന്നോ സ്റ്റേജിനുള്ളിലുള്ള അല്ലെങ്കിൽ ഫ്രെയിമിനകത്തുള്ള വ്യത്യസ്തമായ ഘടകങ്ങൾ, അത് ജീവനുള്ളതുണ്ടാകാം, ജീവനില്ലാത്തതുണ്ടാകാം, പലതും ഉണ്ടാകാം. അത് വളരെ ഇപ്പോഴും ഒരേ സമയത്ത് മിസൻസീൻ്റെ ഒരു പ്രത്യേകത, അത് നാടകമായാലും സിനിമയായാലും അത് സങ്കല്പിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ മിസൻസീൻ എന്താണ് എന്നുള്ളത് ആലോചിക്കും. അതേപോലെ തന്നെ അത് കാണുന്നവരുടെയും ഒരു അന്വേഷണ വിഷയമാണ്, കാണുന്നവരുടെയും വ്യാഖ്യാനിക്കുന്നവരുടെയും ഒരു അന്വേഷണ വിഷയമാണ് മിസൻസീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എങ്കിൽ പോലും അത് നാടകത്തിലും സിനിമയിലും ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നാടക പ്രവർത്തകരാണ് ആദ്യകാലത്തെ സിനിമാ പ്രവർത്തകർ. ഇപ്പോൾ മലയാള സിനിമയുടെ ഹിസ്റ്ററി വളരെ സർഗാത്മകമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് വെങ്കിടി. ഞാൻ തന്നെ എൻ്റെ ചില ലേഖനത്തിൻ്റെ ആവശ്യത്തിന് വെങ്കിടിയുടെ ലേഖനം കോട്ട് ചെയ്യാണ് ചെയ്യാറുള്ളത്. കാരണം പിന്നെ അദ്ദേഹം അത് പറയുന്നു വിചാരിക്കുന്നു. കുഞ്ഞു ഭാഗവതർ ഇല്ലേ, അതുപോലെയുള്ള നമ്മുടെ നാടകത്തിൽ സജീവമായി നിന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ മാത്രമല്ല, അത് സാമൂഹ്യമായിട്ടും ഇപ്പോൾ KPSC പോലെയും അതുപോലെയുള്ള പല പ്രസ്ഥാനങ്ങളുടെയും മലബാർ നാടകവേദി അതിൻ്റെയൊക്കെ തന്നെ 60കളിലെയും 50കളിലെയും 60കളിലെയും സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്വാധീനം ഇത് വളരെ പ്രധാനമാണ്. അത് ഇതിൻ്റെ ഒരു പിന്നെ പ്രമേയത്തെയും കാഴ്ചപ്പാടിനെയും ഭാവുകത്വത്തെയും എല്ലാം നിർണ്ണയിക്കുന്നതിൽ വലിയൊരു പങ്ക് ആ കാലഘട്ടത്തിൽ വഹിച്ചിട്ടുണ്ട്. അത് ആദ്യകാലത്ത്. ഇപ്പോഴും അത് മറ്റു രീതിയിൽ തുടരുന്നു. ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുക. ഒന്ന്, ജോർജ് മെല്ലീസാണ്. ഷൺമോസ് മാഷ് അവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ജോർജ് മെല്ലീസിനെ കുറിച്ച് പറയുമ്പോൾ മാഷ് ഇതുവരെ. അപ്പോൾ ജോർജ് മെല്ലീസ് ലൂമിയർ ബ്രദേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഈ സിനിമ എന്ന ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മജീഷ്യനായ ആളായിരുന്നു ജോർജ് മെല്ലീസ്. പക്ഷേ മാജിക് എന്ന് പറയുന്നത് ഒരു തിയേറ്റർ ആർട്ടാണ്. കാരണം സെറ്റുകൾ, അതുപോലെ തന്നെ വേഷഭൂഷാദികൾ, വളരെ വിചിത്രമായ വേഷങ്ങൾ, അതിശയോക്തിപരമായ നടനം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാജിക്കിലുള്ളതാണ്. ഇതെല്ലാം തൻ്റെ സിനിമകളിൽ പ്രയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഫീച്ചറിനെ, സിനിമ എന്നത് ഒരു ഫീച്ചറാക്കി, ഒരു കഥ പറച്ചിലാക്കി, അല്ലെങ്കിൽ ഒരു ഭാവനയാക്കി എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാൻ പറ്റും. അതുപോലെയാണ് ജർമ്മൻ എക്സ്പ്രഷനിസ്റ്റ് സിനിമകൾ, അതിൽ നാടകത്തിലെ പല സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിലെ മാസ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്ററായിട്ടുള്ള ബെർഗ്മാൻ, സ്വീഡിഷ് സിനിമയിലെ ഇംഗ്മർ ബെർഗ്മാൻ നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത്. അതുപോലെ നമ്മളുടെ ഇന്ത്യയിലാണെങ്കിൽ ഋത്വിക് ഘട്ടക് നാടകത്തിൽ നിന്നാണ് വരുന്നത്. ഋത്വിക് ഘട്ടക്കിൻ്റെ ജന്മശതാബ്ദിയാണിപ്പോൾ. ഇവരെ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ അവരെ കാണാതെയോ സിനിമയുടെ ചരിത്രം തന്നെ ഇല്ല. ബെർഗ്മാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ, അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് ദ സെവൻത് സീൽ എന്ന് പറയുന്ന സിനിമ. അത് അദ്ദേഹത്തിൻ്റെ തന്നെ വുഡ് പെയിൻറ്റിങ് എന്ന നാടകത്തെ വികസിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്നും അത്രമാത്രം വിസ്മയകരവും അതുപോലെ തന്നെ അത്ഭുതകരവും അതുപോലെ തന്നെ സംഭ്രാന്തജനകവുമായ ഒരു സിനിമയാണ് സെവൻത് സീൽ എന്ന് പറയുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു തീം മരണവുമായിട്ടുള്ള ചതുരംഗക്കളിയാണ്. മരണവുമായി ഒരു നൈറ്റ്, ഒരു പ്രഭു ചതുരംഗം കളിക്കുന്നു, ചെസ്സ് കളിക്കുന്നു എന്നുള്ളതാണ്. ഇത് ജീവിതത്തെ നീട്ടിവെക്കലാണോ അല്ലെങ്കിൽ കലാപ്രവർത്തനമാണോ, അങ്ങനെ എന്തും ഒരിക്കലും അതിൻ്റെ അന്വേഷണം തീരുന്നേയില്ല. വളരെ ദാർശനികവും അതുപോലെ തന്നെ കലാത്മകവുമാണ്. ഇതിൽ നാടകത്തിൽ ഈ മരണം ഒരു മൗനമായിട്ടാണ് വരുന്നത് എന്നുള്ള, അതായത് മൗനത്തിൻ്റെ അതേ സമയത്ത് അതൊരു കഥാപാത്രമായിട്ട് സിനിമയിൽ വരുന്നു എന്നുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു മാറ്റത്തിൻ്റെ ചർച്ചയൊക്കെ തന്നെ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ്. മറ്റൊരു കാര്യം, നാടകത്തിൽ സിനിമയും ഉണ്ട് എന്നുള്ള ഇപ്പോഴത്തെ പുതിയ പല നാടകങ്ങളുടെ അവതരണങ്ങളിൽ ഡിജിറ്റൽ പ്രൊജക്ഷൻ, ശബ്ദ സംവിധാനം, റോബോട്ടിക് സ്റ്റേജൊക്കെ. ഇനി മറ്റു ചില ഉദാഹരണങ്ങളാണ്. ഞാൻ നീട്ടി പ്രസംഗിക്കുന്നൊരു രീതി ശരിയായിരിക്കില്ല, അപ്പോൾ അതുകൊണ്ട് അത് മറ്റൊരു അവസരത്തിൽ വീണ്ടും കുറച്ച് സിനിമകളുടെ കൂടി ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അത് ഈ ചർച്ചയിൽ അങ്ങനെ ഞാൻ തന്നെ സ്വാധീനിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു നമ്മളുടെ നാടകവും സിനിമയുമായിട്ടുള്ള ഒരു സാങ്കേതികവും സൈദ്ധാന്തികവും ഭാവുകത്വപരവും ആവിഷ്കാരപരവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഇതിനെക്കുറിച്ചിട്ട്
ഇതിനോട് വിയോജിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടുള്ള കാര്യങ്ങൾ ചിലത് വെങ്കടി സംസാരിക്കും. അദ്ദേഹത്തിന് നന്ദി ജി പി. ഞാൻ ഈ നമ്മുടെ വിഷയം സിനിമയും നാടകവും രംഗപാഠങ്ങൾ എന്നായതുകൊണ്ട് ആ വിഷയത്തിൽ മാത്രം ഊന്നിയെന്നുകൊണ്ട് 2-3 നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാം. ഒരുപക്ഷെ അതിനുശേഷം തുടർന്നുള്ള ചർച്ചയിൽ മറ്റുള്ളവർ സംസാരിച്ചതിന് ശേഷം അതിനോട് കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ അത് വികസിപ്പിക്കുകയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത് എനിക്ക് തോന്നുന്നത് പ്രാഥമികമായിട്ട് 2 സിനിമയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സിനിമയ്ക്ക് എല്ലാ കാലത്തും മറ്റ് കലകളുമായിട്ടുള്ള ഒരു നിരന്തരമായ ഒരു സംവേദനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ നമ്മൾ സങ്കര കല എന്ന് വിളിക്കുന്നത്, അത് സാഹിത്യമായാലും ശരി, നാടകമായാലും ശരി, ചിത്രകലയായാലും ശരി, ശില്പകലയായാലും ശരി, വാസ്തുവിദ്യയായാലും ശരി, പിന്നീട് വന്ന ടെലിവിഷനായാലും ശരി, ഡിജിറ്റൽ മാധ്യമങ്ങളായാലും ശരി, നിരന്തരമായി മറ്റ് കലകളെ, മാധ്യമങ്ങളെ, അവതരണ രീതികളെ, ശൈലികളെ, കലാ പ്രയോഗങ്ങളെ ഉൾച്ചേർക്കുന്ന, സ്വാംശീകരിക്കുന്ന, അങ്ങനെ സ്വയം നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവതരണ കലയാണ്, ഒരു പ്രതിനിധാന കലയാണ് സിനിമ എന്ന് വിളിക്കാം. ഒരു റെപ്രസെൻറ്റേറ്റീവ് ആർട്ട് എന്നോ റെപ്രസെൻറ്റേഷണൽ ആർട്ട് എന്ന് വിളിക്കാം. അതേസമയം തന്നെ നാടകം നമ്മൾ പൊതുവെ പ്രകടന കലയാണ് എന്ന് പറയാം. അത് സംഭവിക്കുമ്പോൾ തത്സമയം നമ്മൾ കാണുന്നു. നമ്മൾ ശാരീരികമായി നമ്മുടെ സാന്നിധ്യം നടൻ്റെയും അവതരണത്തിൻ്റെയും കാണിയുടെയും ഒരു ശാരീരികമായ നേരിട്ടുള്ള തത്സമയ മുഖാമുഖം നാടക അനുഭവത്തിൻ്റെ അകത്ത്, നാടക അവതരണത്തിൻ്റെ അകത്തുണ്ട്. അതായത് സിനിമയെ സംബന്ധിച്ചിടത്തോളം അഭിനയത്തിൻ്റെ മുഹൂർത്തവും കാഴ്ചയുടെ മുഹൂർത്തവും വളരെ വളരെ വിദൂരമാണ്, അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെട്ടതാണ്. അത് തമ്മിലൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ അഭിനയിക്കുന്ന സമയത്തല്ല നിങ്ങളെ കാണുന്നത്, നിങ്ങൾ അഭിനയിക്കുന്ന രീതിയിലല്ല നിങ്ങളെ കാണുന്നത്. അഭിനയിക്കുന്ന ആൾക്ക് തന്നെ അയാൾ എങ്ങനെ കാണപ്പെടുന്നു എന്ന് സിനിമയെ സംബന്ധിച്ചോളം തിരിച്ചറിയാൻ കഴിയില്ല. അത് പിന്നീട് പല രീതിയിൽ ഉള്ള സാങ്കേതികവും കലാപരവും ആയ മാറ്റങ്ങളിലൂടെ, നേരത്തെ ജി പി സൂചിപ്പിച്ച പോലുള്ള ക്യാമറയുടെ ചലനങ്ങളാകാം, ആംഗിളുകളാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മിസാൻസിൻ്റെ മറ്റ് ഘടകങ്ങൾ എങ്ങനെ ഈ ക്രിയാംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാകാം. ഈ രീതിയിൽ പലതരം മാറ്റങ്ങൾക്ക് അഭിനയത്തിൻ്റെ മുഹൂർത്തത്തിൽ നിന്ന് കാഴ്ചയുടെ മുഹൂർത്തത്തിലേക്കുള്ള യാത്രയിൽ സിനിമയിൽ ധാരാളം പരിണാമങ്ങൾ വന്നു ചേരുന്നു. അതേസമയം തന്നെ നാടകത്തിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ അതിൻ്റെ ഊർജ്ജം, ശക്തി എന്ന് പറയുന്നത് തത്സമയത്താണ്. നമ്മൾ നേരിട്ട് കാണിയും അഭിനേതാവും അല്ലെങ്കിൽ പ്രകടനവും തമ്മിലുള്ള മുഖാമുഖത്തിൻ്റെ ഒരു ഊർജ്ജം, ഒരു ശാരീരികത, ഫിസിക്കാലിറ്റി അവിടെയുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരർത്ഥത്തിൽ പ്രകടന കല ആണ് നാടകം, അല്ലെങ്കിൽ അതിൻ്റെ തത്സമയമാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ശാരീരികത എന്ന് പറയുന്നതാണ് നാടകത്തിൻ്റെ ഒരു രീതിയിൽ നമുക്ക് നാടകത്തിൻ്റെ അവതരണത്തെ അല്ലെങ്കിൽ അതിൻ്റെ രംഗപാഠത്തെ നിശ്ചയിക്കുന്നത്. എങ്കിൽ സിനിമയിലുള്ളതൊരു പ്രതിനിധാന കല, അത് റെക്കോർഡ് ചെയ്യപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട ഒരു കലയാണത്. രണ്ടാമത് അതുകൊണ്ട് തന്നെ നിരന്തരം നിങ്ങൾ ഒരു സമയത്ത് ഒരു നാടകത്തിൻ്റെ പല അവതരണങ്ങളിൽ ധാരാളം ഇംപ്രൊവൈസേഷൻസ്, മനോധർമ്മ രീതികളോ, അഭിനേതാവ്, നടൻ അല്ലെങ്കിൽ നടി അപ്പോൾ നടത്തുന്ന ചില കൂട്ടിച്ചേർക്കലുകൾ, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരേ നാടകം പിന്നെയും കാണുന്നില്ല, ഒരേ കഥകളി നമ്മൾ പിന്നെയും കഥ അറിയാനല്ലല്ലോ കാണുന്നത്. അതിൻ്റെ പ്രകടന രീതികളിൽ വരുന്ന ഓരോ നടനും നടിയും എടുക്കുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മനോധർമ്മത്തിൻ്റെ പകർനാട്ടങ്ങളുടെയും സ്വാതന്ത്ര്യമാണ് ഒരുപക്ഷെ അത്തരമൊരു പ്രകടന കലയെ വളരെ ആകർഷകമാക്കുന്നത്, അല്ലെങ്കിൽ ആ അനുഭവത്തെ അനന്യമാക്കുന്നത്. എങ്കിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. സിനിമ ഒരിക്കൽ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തപ്പെട്ട ഒരു നിരന്തരം ആവർത്തിക്കാവുന്ന, അതേ രീതിയിൽ ആവർത്തിക്കാവുന്ന, കാലാതിവർത്തിയായ അർത്ഥത്തിൽ സിനിമയ്ക്ക് ഒരുപക്ഷെ കുറച്ചുകൂടി ഓർമ്മ ഉള്ള ഒരു മാധ്യമമെന്ന് പറയാം. നാടകം ഓർമ്മിക്കപ്പെടുന്നത് കാഴ്ചയിലൂടെ മാത്രമാണെങ്കിൽ സിനിമ അത് അങ്ങനെ തന്നെ 1920-200 വർഷം മുമ്പുണ്ടാക്കിയ സിനിമയും ഇന്ന് അവശേഷിക്കുന്നത് നമുക്ക് അതേപോലെ കാണാൻ കഴിയും എന്നുള്ള സിനിമ ഒരു റെക്കോർഡഡ് ആർട്ടാണ്, രേഖപ്പെടുത്തപ്പെട്ട കലയാണ് എന്നുള്ളത് സിനിമയെ അടിസ്ഥാനപരമായി വ്യത്യാസമാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റും സൂചിപ്പിച്ചതുപോലെ ഈ രംഗപാഠം എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ ഇപ്പോൾ സിനിമ സംബന്ധിച്ചിടത്തോളം നാടകത്തെ സംബന്ധിച്ചിടത്തോളമായാലും ഒരു പാഠം അല്ലെങ്കിൽ ടെക്സ്റ്റ്, അവതരണം, ആസ്വാദനം എന്ന് 3 ഘട്ടങ്ങളായി 3 ആയിട്ട് വിഭജിക്കുകയാണെങ്കിൽ അത് രംഗപാഠം കടന്നു വരുന്ന ഒരു ടെക്സ്റ്റിൽ നിന്ന് അവതരണത്തിലേക്കുള്ള ആ ഒരു യാത്രയിലാണ് യഥാർത്ഥത്തിൽ. എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിനെ രംഗപാഠം ഒരു അവതരിപ്പിക്കേണ്ടത് എന്നുള്ളത് ഒരുപക്ഷെ സിനിമയിലെ ഇപ്പോൾ കഥ, തിരക്കഥ എന്ന് പറയുന്നൊരു പോലെ പക്ഷേ ഇത് ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ. അത് ഒരു നടൻ സ്റ്റേജിൽ കയറുമ്പോൾ അല്ലെങ്കിൽ നടനോ നടിയോ
ഒരു രംഗം അവതരിപ്പിക്കും, ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ ധാരാളം സ്വാതന്ത്ര്യപ്പെടുത്തുന്നു വരാം. പക്ഷേ എന്നാലും രംഗപാഠമാണ് ഒരു പക്ഷേ അതിനൊരു ഫ്രെയിം വർക്ക്, ഒരു ചട്ടക്കൂട് നൽകുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിന് വലിയ പാരമ്പര്യമുണ്ട്. ഇപ്പോൾ കൂടിയാട്ടായാലും കഥകളിയിലായാലും രംഗപാഠങ്ങളുണ്ട്. എങ്ങനെയാണ് രംഗക്രിയകൾ നടത്തേണ്ടത്, എന്താണ് അതിൻ്റെ ചലനങ്ങൾ, എങ്ങനെയായിരിക്കും അഭിനയിക്കേണ്ടത്, എന്തെന്ന് ഭാവങ്ങളായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആഹാര്യത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും എല്ലാം തന്നെ ധാരാളം നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു രംഗപാഠമുണ്ടെങ്കിൽ, സിനിമയ്ക്കും നാടകത്തിനും ഉണ്ടെങ്കിൽ, അതിൻ്റെ ഒരു അനുഭവം എന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെ അത് അനുഭവിക്കുന്നു എന്നുള്ളതിൽ പാഠത്തിൽ നിന്ന് അവതരണത്തിൽ നിന്ന് അനുഭവത്തിലേക്കുമുള്ള യാത്രയിൽ നാടകത്തിൻ്റെയും സിനിമയുടെയും യാത്രകൾ അല്ലെങ്കിൽ പരിണാമങ്ങൾ വളരെ വ്യത്യസ്തമാണ് എന്നാണ് ഒരു രീതിയിൽ പറയാവുന്നത്. രണ്ടിൻ്റെ രംഗപാഠത്തിൻ്റെ ഒരു എന്താ പറയുക, അതിലെ ഒരു റോൾ എന്ന് പറയാവുന്ന വ്യത്യസ്തമാണ് എന്ന് പറയാവുന്നതാണ്. രണ്ട് കാര്യം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു GPS സൂചിപ്പിച്ചു ഒരർത്ഥത്തിൽ. ഒരു പക്ഷേ എന്തായിരിക്കും നാടകവും സിനിമയുമായിട്ടുള്ള അല്ലെങ്കിൽ സാഹിത്യവും സിനിമയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തുടക്കം മുതലുള്ള ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പാണ്. കടുത്ത ആകർഷണവും വികർഷണവും ഉള്ള ഒരു ബന്ധമാണ് അത്. പല രീതിയിൽ സാഹിത്യകാരന്മാർ ആദ്യകാലം തൊട്ട് തന്നെ സിനിമയെ അവഹേളിച്ചിട്ടുള്ളത്, സിനിമയെ അപഹസിച്ചിട്ടുള്ളത് അത് സാഹിത്യത്തിൻ്റെ ഉന്നത മൂല്യങ്ങളെ നശിപ്പിക്കുന്നതാണ്. ഒരു കാനിബലൈസിങ് ലിറ്ററേച്ചർ എന്നാണ് പറയാറ്. സാഹിത്യം നൽകുന്ന അല്ലെങ്കിൽ പാഠങ്ങൾ നൽകുന്ന അനുഭൂതിയെ അല്ലെങ്കിൽ ഒരു വായനക്കാരന് സാഹിത്യം നൽകുന്ന ഭാവനാലോകത്തെ സിനിമ വളരെ പരിമിതപ്പെടുത്തുന്നു. ഒരു സാഹിത്യത്തിൽ ടെക്സ്റ്റിൽ നമ്മൾ ഒരു കഥാപാത്രത്തെയോ സന്ദർഭത്തെയോ വസ്തുവിനെയോ അല്ലെങ്കിൽ ഭൂപ്രകൃതിയെ വിവരിക്കുമ്പോൾ നിങ്ങളുടെ കാണിയുടെ അല്ലെങ്കിൽ വായനക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന ഭാവനയിൽ ഒരു വളരെ അനന്യമായ അയാളുടേത് മാത്രമായ ഒരു ഭൂപ്രദേശമോ സന്ദർഭമായിരിക്കാമെങ്കിൽ സിനിമയിൽ അത് സാധ്യമല്ല. സിനിമ വളരെ മൂർത്തമായ ഒരു കലയായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കഥാപാത്രമായി മനുഷ്യരൂപമായി അല്ലെങ്കിൽ കൃത്യമായ ഭൗതിക വസ്തുക്കളായി സാഹചര്യങ്ങളായി അതിനെ മാറ്റുന്നു എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു എന്താ പറയുക സിനിമയ്ക്കെതിരായിട്ടുള്ള വിമർശനം തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയുടെ ചരിത്രം നോക്കിയാൽ സിനിമ എക്കാലത്തും അന്നും ഇന്നും സാഹിത്യകൃതികളെ ആസ്പദമാക്കി സാഹിത്യകൃതികളെ കാനിബിളൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം നാടകവുമായിട്ടുള്ളൊരു ബന്ധം അങ്ങനെയായിരിക്കും. പക്ഷേ മലയാള സിനിമ നോക്കിയാലും ഏത് സിനിമ നോക്കിയാലും നാടകം എന്ന് പറയുന്ന ഒരു കലാരൂപത്തെ അതിൻ്റെ രീതികളെ സിനിമയിലേക്ക് പരാവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമാ ഭാഷ്യം രചിക്കുന്ന ഒട്ടേറെ സിനിമകൾ മലയാളത്തിൻ്റെ നമുക്ക് ഉദാഹരണങ്ങൾ ഇപ്പോൾ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഇതിൽ ശരിക്കും ഒരു നാടകവും സിനിമയും തമ്മിലുള്ളൊരു പ്രകടമായിട്ടുള്ള അനുഭവ തലത്തിലുള്ള വ്യത്യാസം എന്ന് പറയാവുന്നത് അത് സാഹിത്യവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെയാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ GP സൂചിപ്പിച്ചു. അപ്പോൾ സിനിമയ്ക്കകത്തെ ഒരു സമയവും സ്ഥലവും ടൈം ആൻഡ് സ്പേസിനെ എങ്ങനെ വേണമെങ്കിൽ ആവിഷ്കരിക്കാവുന്ന, കശക്കാവുന്ന, മാറ്റാവുന്ന, പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കൂടി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലും ഈ പറയുന്ന മിസൻസി എന്ന് പറയുന്ന 3 ഘടകങ്ങൾ, അതിലെ കഥാപാത്ര രൂപങ്ങൾ, അതിലെ വസ്തുക്കൾ, അതിലെ പശ്ചാത്തലങ്ങൾ, ഇവയെ എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാവുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ മിസാൻസീൻ എന്ന് പറയുന്ന ഒരു ഘടകത്തിൽ സിനിമയ്ക്കകത്തുള്ള ഇന്നത്തെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അത് വളരെ ലിമിറ്റ്ലെസ് ആണ്, ഒരു പരിമിതിയില്ലാത്തതാണ്. എന്നാൽ സാഹിത്യത്തിനകത്ത് നാടകത്തിനകത്ത് അതല്ല. നാടകം കുറച്ചുകൂടി ഭൗതികമായിട്ടുള്ള തത്സമയ ഭൗതികമായ ഒരു മുഖാമുഖം ആയതുകൊണ്ട് മിസൻസീൻ്റെ ഒരു ധാരാളം പരിമിതികൾ നാടകത്തിനുണ്ടാകും. നാടകത്തിനകത്ത് ഇപ്പോൾ ധാരാളം സിനിമയുണ്ട് താനും. അപ്പോൾ വീഡിയോ കടന്നു വരുന്നു, പശ്ചാത്തലത്തിൽ പലതരം മൂവിങ് ഇമേജസ് ഒന്നിച്ചേരുന്നു. ആ അർത്ഥത്തിൽ ഒരു എന്താ പറയുക പല രീതിയിൽ നാടകവും സിനിമയാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. സിനിമയെ നാടകം സ്വാധീനിച്ച പോലെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ. പക്ഷേ ഒരു വളരെ എനിക്ക് തോന്നിയിട്ടുള്ള പ്രകടമായ ഒരു അനുഭവ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്കകത്തൊരു ഷോട്ട്, ഒരു ബലാത്കാറിൻ്റെ സിനിമ കാണുന്നത് അല്ലെങ്കിൽ ഒരു ബർഗ്മാൻ്റെയോ അല്ലെങ്കിൽ ഒരു റേഗഡാസിൻ്റെ സിനിമ കാണുന്നത്, ഒരു ഷോട്ടിൽ നിങ്ങൾ അതിൻ്റെ ആഖ്യാനപരമായ ധർമ്മം നിർവഹിച്ചതിന് ശേഷവും ഒരു ഷോട്ട് നമ്മൾ പിന്നെയും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് നൽകുന്ന ആ ഡ്യൂറേഷൻ, സമയദൈർഘ്യം നൽകുന്ന ഒരു സിനിമാറ്റിക് അനുഭവം എന്ന് പറയുന്നത് ഒരു പക്ഷേ സാഹിത്യത്തിനോ നാടകത്തിനോ ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്ത ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും എഴുതി വയ്ക്കാൻ കഴിയില്ല. ഒരു ഷോട്ട് എത്ര നേരം ഹോൾഡ് ചെയ്യണം എന്നുള്ളത് സിനിമയിൽ വളരെ നിർണായകമായിട്ടുള്ള നിർമ്മാണത്തിലായാലും ശരി, അതിൻ്റെ ഭാവനയിലായാലും ശരി, അനുഭവത്തിലായാലും വളരെ വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ ഒരിക്കലും ആവിഷ്കരിക്കാൻ കഴിയാത്ത മറ്റു രീതിയിൽ എഴുത്തിലോ
നാടകത്തിൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം ഒരു ഡ്യൂറേഷനെ, സിനിമ ചെയ്യുന്ന പോലുള്ള ഡ്യൂറേഷനെ ആവിഷ്കരിക്കാനും സ്ഥമയവും സ്ഥലവും തമ്മിലുള്ള അതിലെ ഘടകങ്ങളെ പല രീതിയിൽ ആവിഷ്കരിക്കാനും അല്ലെങ്കിൽ കശക്കാനും മാറ്റിമറിക്കാനും പല രീതിയിൽ കൂട്ടിയോജിപ്പിക്കാനും കഴിയുന്ന സിനിമയുടെ സ്വാതന്ത്ര്യം പലപ്പോഴും നാടകത്തിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ പോരായ്മയായിട്ടും കാണുന്നില്ല. ആ കലയുടെ എല്ലാവരും പറഞ്ഞിട്ടുള്ള പോലെ ആ ഒരു കലയുടെ പരിമിതികൾ തന്നെയാണ് അതിൻ്റെ സാധ്യതകളും. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടാണ് നാടകം അതിൻ്റെ തീക്ഷ്ണതയും തീവ്രതയും അതിൻ്റെ ഒരു സജീവതയും ആവിഷ്കരിക്കുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളതാണ് തുടക്കത്തിൽ. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഈ രണ്ട് കലാരൂപങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് ആവിഷ്കാര രൂപങ്ങളുടെയും അതിൻ്റെ എല്ലാം സവിശേഷതകൾ, ഈ സവിശേഷതകൾ വളരെ പ്രധാനമാണ്. അതിൻ്റെ അർത്ഥം അത് അവിടെ തന്നെ നിൽക്കുന്നു എന്നല്ല. അതിൻ്റേതായ വളർച്ചകൾ, അതിൻ്റേതായ ചലന നിയമങ്ങളിൽ അത് വാക്കുന്നു, ഇത് പരസ്പരം കൂടിക്കലരുന്നു. അങ്ങനെ വളരെ ഇതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഈ സങ്കരകല, സിനിമയെ പൊതുവെ പറയുന്ന ഒരു സങ്കരകലയാണ് എന്ന് പറയാറുണ്ട്. അത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ അധിക്ഷേപമായി തോന്നാം, പ്രത്യേകിച്ച് ഇന്നത്തെയൊക്കെ സാഹചര്യത്തിൽ. സങ്കരൻ എല്ലാം കുഴപ്പമാണല്ലോ, എല്ലാം ഇതായിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ. കാരണം ബെർഗ്മാൻ്റെ അദ്ദേഹത്തിന് ഒറിജിനലായിട്ട് നാടകത്തിലും അല്ല ഇത് കിട്ടിയത്. അദ്ദേഹത്തിന് ഒരു ചർച്ച് പെയിൻറ്റിംഗ് ആണ്, 15-ാം നൂറ്റാണ്ടിലോ മറ്റുള്ള ഒരു ചർച്ച് പെയിൻറ്റിംഗ് ആണ് ഈ മരണവുമായിട്ടുള്ള ചെസ്സ് കളി എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ മാത്രം ഒരു പക്ഷേ അത് അറിയില്ല, നാടകത്തിലായിട്ടും അത് പുറത്തേക്ക് അറിഞ്ഞില്ല. ഇന്ന് പക്ഷെ അത് ലോകത്തിൻ്റെ തന്നെ ഒരു ഇതായി മാറുകയും മരണം എന്ന പ്രഹേളികയുമായിട്ടുള്ള ഒരു മൊത്തം ലോക ജനതയുടെ തന്നെ ഏറ്റുമുട്ടൽ പോലെയൊക്കെ അത് വരികയും രോഗാവസ്ഥകളൊക്കെ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, കാലത്തെ അതിജീവിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് സജിതയാണെങ്കിൽ നാടകത്തിൽ ഒരു ഫുൾ ലൈഫ് നാടകത്തിലും അതുപോലെ തന്നെ സിനിമയിലും അഭിനേത്രി എന്നുള്ള രീതിയിൽ അവർ അതിൽ സംഭാവന ചെയ്തു. അതോടൊപ്പം തന്നെ ഗവേഷക എന്നുള്ള രീതിയിൽ പിന്നെ ഡോക്ടറേറ്റ് തന്നെ JNUവിൽ നിന്ന് നാടകത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ആളാണ്. മാത്രമല്ല നിരവധി സംഘാടകത്വങ്ങളിലൊക്കെ നമ്മൾ ഒന്നിച്ചും ഒക്കെ. അപ്പോൾ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ, പ്രത്യേകിച്ചും ഇതിൻ്റെ ഈ എക്സ്പ്രഷൻ്റെയും ഇതിലൂടെ അനുഭവിച്ചിട്ടുള്ളതിൻ്റെയും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സജിത സംസാരിക്കും. താങ്ക് യു GP. ഞാൻ ഒന്ന് പ്രാഥമികമായിട്ട് ഒന്നും കൂടി ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയാം. നാടകം എന്ന് പറയുന്ന സമയത്ത് നാടക സാഹിത്യം ഉണ്ട് ഒന്ന്, പിന്നെ അതിൻ്റെ രംഗപാഠമുണ്ട്, അതേപോലെ തന്നെ തിരക്കഥയുണ്ട്, തിരക്കഥയുടെ പിന്നെ സ്ക്രീൻ പെർഫോമൻസ് ഉണ്ട്. ഇതിൽ രണ്ടിലും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ തിരക്കഥയാണെങ്കിലും നാടകകൃതിയാണെങ്കിലും സാഹിത്യ രൂപങ്ങളാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ രംഗപാഠങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രംഗപാഠങ്ങളെ കുറിച്ചിട്ടാണ്, ഈ ടെക്സ്റ്റുകളെ ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന രംഗപാഠങ്ങളെ കുറിച്ചാണ്. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ 1-2 രസമുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു സിനിമ കണ്ടു. ആ സിനിമ ബ്യൂട്ടി പാർലറാണ് അതിൻ്റെ സബ്ജക്റ്റ്. അതായത് നമ്മളുടെ വിക്ടോറിയ എന്ന് പറയുന്ന ശിവരഞ്ജിനിയുടെ നാടകം. ശിവരഞ്ജിനി ജനിച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ 90കളിലായിരിക്കും, ഉറപ്പാണ്. ഞാൻ ആ നാടകം ചെയ്യുന്നത് 90കളുടെ അവസാനമാണ്. ഒരു കാരണവശാലും ആ കുട്ടി ആ നാടകം കണ്ടിരിക്കാൻ, അതിൻ്റെ രംഗപാഠം കണ്ടിരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. പെർഫോമൻസ് അവൾ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ വീഡിയോ ടെക്സ്റ്റുകളൊന്നും, വീഡിയോ റെക്കോർഡിങ്സ് ഒന്നും എവിടെയും അവൈലബിൾ അല്ല. നാടകം തന്നെ ടെക്സ്റ്റ് പോലും പബ്ലിഷ് ചെയ്ത് അവൈലബിൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇത്രയും ഞാൻ ഒരു അടുത്ത ദിവസങ്ങളിലാണ് കണ്ടത്. ഒരാഴ്ച മുന്നെയാണ് അത് കോഴിക്കോട് ഫിലിം ഫെസ്റ്റിവലിൽ കണ്ടിട്ടുണ്ടായിരുന്നു, റീജിയണൽ ഫിലിം ഫെസ്റ്റിവലിൽ. എനിക്ക് അത്ഭുതം തോന്നി അത് കണ്ട സമയത്ത്. എനിക്ക് തോന്നുന്നത് വെങ്കടി കണ്ടിട്ടുണ്ടല്ലേ ബ്യൂട്ടി പാർലർ. അപ്പം ബ്യൂട്ടി പാർലർ എന്നുള്ള നാടകത്തിൻ്റെ നമുക്ക് ഇങ്ങനെ അത്ഭുതം തോന്നും. ഈശ്വര, അതിൽ നിന്ന് കഥാപാത്രങ്ങൾ വന്ന് നിൽക്കുകയാണോ എന്ന് നമുക്ക് തോന്നും. അതേ പ്രമേയമാണത്. അതിൽ നിന്ന് ചെറിയ ചെറിയ സിറ്റുവേഷൻസിലുള്ള വ്യത്യാസമല്ലാതെ അത് മുഴുവൻ സംഭവിക്കുന്നത് ബ്യൂട്ടി പാർലറിൻ്റെ അകത്ത് തന്നെയാണ്. കാലങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, എന്നിട്ട് ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇതേ സബ്ജക്റ്റ് വേറെ രീതിയിൽ ഒരു പെൺകുട്ടി, കേരളത്തിലൊരു പെൺകുട്ടി ചെയ്യുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഞാനത് അവളുടെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പോൾ അവൾ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് ആ ടെക്സ്റ്റ് അവൈലബിൾ ആവുമോ എന്നാണ്. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു, ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ അപ്പോഴും നമ്മൾ റെക്കോർഡായിട്ട് നമ്മൾ നോക്കുന്നത്.
എന്നാൽ നാടകത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൻ്റെ മുകളിലൊരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതായത് ആ ടെക്സ്റ്റിൻ്റെ ആവശ്യമുണ്ടോ, നാടകത്തിന് യഥാർത്ഥത്തിൽ ടെക്സ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. കാരണം നാടകം ടെക്സ്റ്റ് ഇല്ലാതെയും ഒരു രംഗപാഠം ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും അത് ഇംപ്രവൈസ് ചെയ്തൊക്കെ തന്നെ ചെയ്യാം. ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന നാടകം ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനും കെ എസ് ശ്രീനാഥാണ് നാടകം എഴുതിയിട്ടുള്ളത്. ഇരുന്ന് കുറേ ഇംപ്രവൈസേഷൻ 10-15 ഇംപ്രവൈസേഷനിലൂടെ എഴുതി ഉണ്ടാക്കിയ ടെക്സ്റ്റാണത്. ആ ടെക്സ്റ്റ് അല്ല പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെങ്കിടി പറഞ്ഞ പോലെ ടെക്സ്റ്റിൽ ധാരാളം മാറ്റങ്ങൾ പെർഫോമൻസിലേക്ക് എത്തുന്ന സമയത്ത് വരുന്നുണ്ട്. പക്ഷെ ആ പെർഫോമൻസ് കാണാൻ ഇപ്പോൾ ഒരു വഴിയുമില്ല. നേരെ മറിച്ചിട്ട് വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ നമുക്കൊരു 100 വർഷം കഴിഞ്ഞാലും കാണാൻ വേണ്ടി സാധിക്കും. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ടെക്സ്റ്റിന് വേറൊരു രീതിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. റെക്കോർഡാണ്. 10 വർഷം മുന്നേ അല്ലെങ്കിൽ 20 വർഷം മുന്നേ നമ്മൾ ചെയ്ത നാടകത്തിൻ്റെ ആണെങ്കിലും സിനിമയ്ക്ക് പിന്നെയും സാധ്യതകളുണ്ട്. അതൊരു പെർഫോമൻസ് ചില സ്ക്രീനിൽ അവൈലബിൾ ആണ്, നമ്മളെ കയ്യിൽ ആർക്കൈവിൽ അവൈലബിൾ ആയിരിക്കും. ആകെ ആർക്കൈവിങ്ങിനെ കുറിച്ചുള്ള ഒരു ധാരണ കേരള സമൂഹത്തിന് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ നാടകത്തിന് ആ ഒരു പ്രശ്നമുണ്ട്. അതാണ് നാടകവും സിനിമയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ടെക്സ്റ്റുകൾ എങ്ങനെയാണ് മാറുന്നത് എന്ന് നോക്കാം. ഇപ്പം ഞാൻ കാഞ്ചന സീത എന്ന് പറയുന്ന ടെക്സ്റ്റ് ആദ്യം പെർഫോമൻസ് ആയിട്ട് കാണുന്നത് അരവിന്ദൻ്റെ സിനിമയിലൂടെയാണ്. ഞാൻ ടെക്സ്റ്റ് വായിച്ചിട്ടില്ല. അന്ന് ഞാൻ നാടക വിദ്യാർത്ഥിയല്ല. ഞാൻ വളരെ ചെറുപ്പത്തിലാണ് കാഞ്ചന സീത തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതുപോലെ ആ പ്രായത്തിലുള്ള കുട്ടിക്ക് മനസ്സിലാവാത്തതുപോലെ എനിക്കും കാഞ്ചന സീത എന്ന് പറയുന്ന വളരെ സൈലൻ്റായി വല്ലപ്പോഴും ഒരു ഡയലോഗ് പറയുന്ന ഒരു സിനിമ, അത്രയും ഞാനതിനെക്കുറിച്ച് ആ കാലത്ത് കണ്ടുള്ളൂ. പിന്നീട് ഞാൻ കണ്ടത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ്. പക്ഷേ ശ്രീകണ്ഠൻ നായരുടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സംഭാഷണ ചടുലതയ്ക്കാണ് ശ്രീകണ്ഠൻ നായർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ടെക്സ്റ്റിൽ. അതിൻ്റെ ചടുലത എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് വേറെ സിറ്റുവേഷനിലേക്ക് ആ കഥാപാത്രങ്ങൾ മാറി മറിയുന്നത് നാടകത്തിൽ സംഭാഷണങ്ങളിലൂടെയാണ്, അതിൻ്റെ ചടുലതയിലാണ്. അത് ക്ലിക്കാവുന്ന സമയത്ത് അടുത്തയിലേക്ക് നമ്മൾ പോകുന്നത്. അതല്ല അരവിന്ദൻ അതിൽ നിന്ന് കണ്ടെത്തിയത്. അദ്ദേഹം വേറൊരു ടെക്സ്റ്റാണ് കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഒരേ ടെക്സ്റ്റിനെ തന്നെ പല രീതിയിൽ ആവിഷ്കരിക്കാൻ പറ്റും എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു ഘട്ടമുണ്ട്. അത് സിനിമയിലും നാടകത്തിലും 2 രീതിയിൽ തന്നെയാണ്. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരേ ടെക്സ്റ്റ് എങ്ങനെ നാടകവും സിനിമയായി എന്നുള്ളത് നോക്കാം. അപ്പോൾ വിധേയൻ എന്ന് പറയുന്ന സക്കറിയയുടെ കഥയെ അടൂർ ഗോപാലകൃഷ്ണൻ വിധേയനാക്കുന്ന സമയത്തും പിന്നീട് സുവീരൻ നാടകം ചെയ്ത സമയത്തും രണ്ടും 2 ടെക്സ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് സുവീരൻ്റെ നാടകം തന്നെയാണ്. ഞാൻ നാടകക്കാരി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സുവീരൻ അത് ചെയ്തെടുത്ത രീതി എന്ന് പറയുന്നത്. 2 ടെക്സ്റ്റാണ്. ഇനി ഇത് ആര് കാണുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയും ഈ സ്പേസും എല്ലാം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ കാഴ്ചയെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് തിയേറ്റർ എന്ന് പറയുന്നത്. ഇപ്പം എനിക്കറിയാം ചില നാടകങ്ങൾ നമ്മൾ ഒരു സ്ഥലത്ത് പെർഫോം ചെയ്തിട്ട് ഒട്ടും ഇഷ്ടമായില്ല എന്ന് മുഖത്തടിച്ച് പറഞ്ഞ ആളുകൾ പിന്നീട് വേറൊരു സ്ഥലത്ത് പെർഫോം ചെയ്യുമ്പം അതേ ടെക്സ്റ്റാണ്. അതായത് തിരക്കഥയിൽ എൻ്റെ നാടകകൃതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, എൻ്റെ പെർഫോമൻസിൽ പെർഫോമൻസ് തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ടാവും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാഴ്ചയിൽ മാറ്റം വരുത്തുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. ഇപ്പം സിനിമ ഓരോ സമയത്ത് നമ്മൾ ഒരേ സിനിമ 2 തവണ കാണുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ ആക്ടിങ്ങിൽ ഭയങ്കര രസമായി അവർ അഭിനയിച്ചു എന്ന് 10 വർഷം മുന്നേ കണ്ട അതേ സിനിമയിൽ ഇപ്പം കാണുന്ന സമയത്ത് അയ്യോ എന്ത് അഭിനയമാണ് അയാൾ അഭിനയിച്ചിട്ടുള്ളത് എന്ന് തോന്നാം. കാരണം നമ്മളിലുണ്ടാവുന്ന മാറ്റം നമ്മുടെ ആ പെർഫോമൻസ് ടെക്സ്റ്റിനെ നമ്മൾ കാണുന്ന രീതിയിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് പെർഫോമൻസ് ടെക്സ്റ്റ് ഉണ്ടാവുന്നത്. കുറേയും കൂടി സ്ഥിരമായി നിൽക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലിറ്ററേച്ചർ ടെക്സ്റ്റ് തന്നെയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്
പിന്നെ ഇപ്പം സിനിമയുടെ തിരക്കഥകൾ ഇറങ്ങുന്നത് വളരെ വളരെ കുറവാണ്. അത് തിരക്കഥ വായിക്കുന്നവരും വളരെ കുറവായിരിക്കും. എനിക്ക് തോന്നുന്നത് അധ്യാപികമാർ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തിരക്കഥകൾ ഉപയോഗിക്കുന്നുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആദ്യമായി തിരക്കഥയൊക്കെ എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ തിരക്കഥ വായിക്കുന്നുണ്ടാവും. ഒരു സാഹിത്യ രൂപം എന്നുള്ള നിലയ്ക്ക് തിരക്കഥയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കേരളത്തിൽ കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നേരെ മറിച്ച് നാടകകൃതിക്ക് കുറച്ചും കൂടി വായനക്കാരുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോഴും നാടകകൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് കേരളത്തിൽ രംഗപാഠങ്ങൾ വലിയൊരു പങ്കും ഉണ്ടാവുന്നത്. അതിനുള്ള എന്താ പറയുക, അതിനെ നിഷേധിക്കാനും നാടകകൃതി ആവശ്യമില്ല എന്ന് കരുതാനും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു പത്രക്കുറിപ്പിൽ നിന്നോ, അല്ലെങ്കിൽ ഇപ്പം മത്സ്യഗന്ധി എന്ന് പറയുന്ന നാടകം ഞാൻ എഴുതുന്നതിൽ യഥാർത്ഥത്തിൽ ഡോക്യുമെൻറ്റേഷൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ അടിമലത്തുറ മുതൽ പിന്നെ എന്താ പറയുക പൂത്തൻതോപ്പ് വരെ യാത്ര ചെയ്ത് അവിടുത്തെ സ്ത്രീകളോട്, മത്സ്യത്തൊഴിലാളി സ്ത്രീകളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ നാടകകൃതി എഴുതിയിട്ടുള്ളത്. പക്ഷേ ടെക്സ്റ്റ് ഓൾറെഡി സെറ്റാണ് അവിടെ. പക്ഷേ ചില സമയത്ത് അങ്ങനെ ഒരു ടെക്സ്റ്റ് ഇല്ലാതെ തന്നെ നേരിട്ട് തന്നെ ഈ ഡോക്യുമെൻറ്റേഷൻ പെർഫോമൻസായി മാറുന്ന സന്ദർഭങ്ങൾ കേരളത്തിലല്ല ഇന്ത്യയിലും ലോകത്തെവിടെയും സംഭവിക്കുന്ന കാര്യമാണ്. അത്തരം ഡോക്യുമെൻറ്റേഷന് ബേസ്ഡ് ആയിട്ടും ഒരു സ്റ്റോറീനെ ബേസായിട്ടൊക്കെ തന്നെ നാടകങ്ങളും സിനിമകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. സിനിമയിലും സ്ക്രിപ്റ്റേ ആവശ്യമില്ല എന്ന് രാജീവ് രവിയെ പോലെയുള്ള ആളുകൾ പറയാറുണ്ട്. എനിക്ക് ടെക്സ്റ്റ് ആവശ്യമില്ല. പക്ഷേ എൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് ഒരു ബേസിക് ടെക്സ്റ്റ് എന്തായാലും ഉണ്ടാവും തന്നെയാണ്. എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയായിരിക്കും പണിയെടുക്കുന്നത്. പക്ഷെ അതിനെ നിരാകരിക്കുന്നുണ്ടാവാം. ഒരു ഘട്ടത്തിൽ അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ടെക്സ്റ്റ് എൻ്റെ ആർഗ്യുമെൻറ്റ് പ്രകാരം ഞാൻ വിചാരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് വേറൊരർത്ഥത്തിൽ ഇമ്പോർട്ടൻ്റ്, അത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റാണ്. പിന്നീട് നമ്മൾ എവിടുന്ന് തുടങ്ങി എന്ന് കണ്ടെത്തുന്നതിന് ഇത്തരം ടെക്സ്റ്റുകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. എന്തായാലും സജിത അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് സജിതയോട് ഞാനൊരു ജസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിട്ട് അതൊന്ന്, അതായത് ഇപ്പോൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ നാടകത്തിലെ അഭിനയം എന്ന് പറയുമ്പോൾ അഭിനേതാവ് അവരുടെ സാന്നിധ്യവും അതുപോലെ ഊർജവും എല്ലാം ആ ഒരു പ്രത്യേക ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഇത്രയും വളരെ മുഴുവൻ ഒരു ജനസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. അതായത് അതിൽ എക്സ്ക്യൂസ് ഇല്ല. നേരെ മറിച്ച് സിനിമ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പിന്നെ സമയത്ത് പല കട്ട് ചെയ്തെടുക്കും. അതിൽ കണ്ടിന്യൂറ്റി ഇടുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നിലനിർത്താനുള്ള ചില വിഷമങ്ങൾ, അത് വലിയൊരു പ്രയാസമാണ്. അത് ഉണ്ടായിരിക്കെ തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലുള്ള മറ്റു സഹായങ്ങൾ, ഡബ്ബിങ്, അങ്ങനെയുള്ള കുറേ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതൊന്ന് ഇതാക്കിയിട്ട് എന്നിട്ട് അടുത്ത ഇതിലേക്ക് പോകാൻ. ആക്ടേഴ്സിനാണ് ഇത് ഏറ്റവും അധികം നേരിട്ട് ബാധിക്കുന്നത്. അപ്പം നമുക്കറിയാം, നാടകത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. കാരണം നമ്മളൊരു 3-4 മാസത്തെ കഠിനമായിട്ടുള്ള റിഹേഴ്സലിലൂടെ മാത്രമേ ഒരു നാടകക്കാരന് നാടകം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെന്താ പറയുക, ബേസിക്കലി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ പ്രധാനപ്പെട്ട ക്രിയകളെയും ഒന്നിച്ച് ചേർത്ത് വെച്ച് അടക്കത്തോടെ നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്. മറ്റൊടുത്ത കുറേ പശ്ചാത്തല സംഭവങ്ങൾ ഉണ്ടാവും, അതിനെ ഘടിപ്പിച്ചുകൊണ്ട് അതിനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇടാം. ഏത് ഘട്ടത്തിൽ എഡിറ്റർക്ക് തോന്നുകയാണ് അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷെ നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലൊരു തുടക്കവും ഒടുക്കവും കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ റിഹേഴ്സൽ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് മാത്രമാണ് സ്റ്റേജിൽ നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ധാരാളം മാറ്റങ്ങൾ വരാം. നമുക്ക് അവിടെ വെച്ച് മാറ്റം വരുത്താൻ പറ്റില്ല. ഇപ്പം പിന്നെ ക്യാമറയുടെ മുന്നിൽ നമ്മൾ അഭിനയിക്കുന്ന പോലെ അല്ല സ്റ്റേജിൽ നമ്മൾ അഭിനയിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാമറയിൽ ഞാനിപ്പം നിങ്ങളോട് കോൺവെർസേഷൻ നടത്തുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കോൺവെർസേഷൻ എനിക്ക് ആവശ്യമില്ല. അതിൽ ചിലപ്പോൾ ഒരു എൻഡിൽ നിന്നായിരിക്കും തുടങ്ങുക. അപ്പോൾ ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊത്തം കോൺവെർസേഷനെ മനസ്സിൽ കണ്ടുകൊണ്ട് അവസാനത്തെ ഡയലോഗ് പറയണം.
അപ്പം നമ്മളുടെ കൈ എങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ കോൺവെർസേഷനിൽ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കൈ വെക്കുന്നതെങ്കിൽ അത് ഞാൻ ആദ്യം തന്നെ മനസ്സിൽ ആലോചിക്കണം, ഓക്കെ ഞാൻ ഇങ്ങനെയായിരിക്കും, ഏകദേശം ഇന്ന പോയിന്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കും. അതെ അതെ അതെ. അല്ല ഞാൻ പറഞ്ഞ ആ വ്യത്യാസമുണ്ട് ആക്ടിങ്ങിൽ തീർച്ചയായും. പിന്നെ ഞാൻ പറഞ്ഞ നാടകത്തിനൊരു ഭയങ്കര കേരളത്തിൽ എന്തായാലും ഇപ്പം നല്ല തങ്ക ചെയ്യാൻ വേണ്ടിയിട്ട് വേലുക്കുട്ടിയാശാനെ വിളിച്ച് വിസ്കുമാരിക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളൊരു നാടാണ് നമ്മുടേത്. മലയാളത്തിലെ അഭിനയ രീതിയിൽ ഭയങ്കരമായിട്ട് തുടക്കകാലത്തെങ്കിലും നാടകത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. തിരിച്ചും ഓക്കെ, ഇനി നമുക്ക് എം എൻ വിനയകുമാറാണ്. അദ്ദേഹം നാടകകൃത്തും അതുപോലെ തന്നെ നോവലിസ്റ്റാണ്. പിന്നെ നാടക രംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. ഇതുവരെ പറഞ്ഞ ഒരു 3 പേരും നാടകത്തിൻ്റെ സിനിമയുടെയും സാങ്കേതികതയിലും ചരിത്രത്തിലും അതിൻ്റെ പ്രവർത്തന പദ്ധതിയിലുമൊക്കെ ഊന്നിയാണ് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ സത്യത്തിൽ. എനിക്ക് സത്യത്തിൽ ഞാനൊരു സഭാകമ്പം അനുഭവപ്പെടുന്ന അവസ്ഥയിലാണുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. എഴുതുന്നു എന്നുള്ളതാണ് പ്രധാനം. സിനിമയും ചെയ്തിട്ടുണ്ട്, 2 സിനിമ ചെയ്തിട്ടുണ്ട്, 2നും സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല എൻ്റെ ഒരു സംഗതി എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മോഷ്ടിക്കപ്പെടുക എന്നുള്ളത് ഒരു ഗുരുതരമായ പ്രശ്നമല്ലാണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. 65 ലക്ഷം വോട്ടൊക്കെ മോഷ്ടിക്കാം എന്നുള്ള കാലമാണത്. ഒരു നിയോജകമണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ എന്ത് മതി? ഇത്തരത്തിലൊരു മോഷണം പ്ലാൻ ചെയ്താൽ മതി. ഇതൊക്കെ വളരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സിനിമയിലൊക്കെ കാണുന്നതിനേക്കാൾ വളരെ വലിയ രീതിയിലുള്ള വർക്ക് സിനിമ പോലെ തന്നെ വേണമെങ്കിൽ പറയാം അത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എപ്പോഴാണ് ഞാൻ മോഷ്ടിക്കപ്പെടുക എന്നാണ് എൻ്റെ പേടി. ഇപ്പോൾ മോഷ്ടിക്കപ്പെടാൻ വല്ലതുകൊണ്ട് തേങ്ങയൊക്കെ ആണെങ്കിൽ അതിന് നല്ല വിലയുണ്ട്, നമുക്കങ്ങനെ വിലയില്ല. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ മോഷ്ടിക്കപ്പെടില്ല. വോട്ട് ചിലപ്പോൾ കളഞ്ഞു എന്നൊക്കെ വരും ആൾക്കാർ. എൻ്റെ ഒരു കഥ, ഞാൻ ധാരാളം കഥകൾ എഴുതിയിരുന്നു പണ്ട്. എന്ന് പറഞ്ഞാൽ ചെറുകഥകൾ ഇഷ്ടം പോലെ. ഒരേ ആഴ്ചയിൽ തന്നെ 4 കഥയൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ട അനുഭവമുണ്ട്. ആദ്യത്തെ കഥ കലാകൗമുദിയിൽ വന്നപ്പോഴേ പിന്നത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ 1ാം സമ്മാനം കിട്ടിയ കഥ അതായിരുന്നു. മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പം മത്സരിക്കുക എന്നുള്ളത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ്. ഇതേ അനുഭവം എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നണത്. എൻ്റെ മാത്രം അനുഭവം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പം മറിമാൻകണ്ണി നാടകം, അതിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അത് അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹിയിലൊക്കെ കളിച്ചു. പക്ഷെ പിന്നെ എൻ്റെ മകൻ ഈ നാടകം ചെയ്യാനായിട്ട് ഗൾഫിൽ പോയിപ്പോൾ അതിന് മുമ്പത്തെ വർഷം ആ നാടകം വേറൊരാളുടെ പേരിൽ കളിച്ചിരിക്കുന്നു. വേറൊരാളത് അവതരിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട, പുതിയ നാടകം വേറെ വേണം എന്ന് പറയുകയാണ്. ഇതേ നാടകത്തെ മുൻനിർത്തി തന്നെ ഒരു സിനിമയും വന്നു. മലയാളത്തിലല്ല, അത് വേറൊരു ഭാഷ, അറിയപ്പെടാത്തൊരു ഭാഷയൊക്കെ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ആ ഭാഷയിൽ ആദ്യമായിട്ട് സിനിമ വരണമെന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ ദേശീയ അവാർഡൊക്കെ കിട്ടാൻ. അപ്പം നോക്കുമ്പോൾ മറിമാങ്കണ്ണി അതേപടി ഉപയോഗിച്ചിട്ടൊരു സിനിമ വരുന്നു. അതുപോലെ തന്നെ അങ്ങനെ അത് നാടകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഈ സിനിമയിലാകുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല നമ്മൾ. അപ്പോൾ നമ്മൾ കഥ ഒരു ഘട്ടമെത്തുമ്പോൾ ഷാർപ്പാക്കുകയാണ്. ആർക്കും മനസ്സിലാവണമെന്നൊന്നുമില്ല. ആരും എൻ്റെ കഥ വായിക്കണ്ട, എനിക്ക് എഴുതാൻ വേണ്ടി ഞാൻ എഴുതുന്ന ഒരു ഘട്ടം അങ്ങനെയാണ്. നാടകം ഇത് അധികം പേര് കണ്ട പുലിവാലാണല്ലോ എന്നുള്ളതാണ്. എഴുതി കഴിഞ്ഞാൽ കാണിക്കുക എന്നുള്ളത് ഭയപ്പെടുന്ന ഒരു വസ്തുതയായിട്ട് മാറുന്നു. അപ്പോൾ സിനിമയിലാകുമ്പോൾ എന്നാൽ സിനിമയിലൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ സിനിമയിൽ ഇപ്പോൾ എന്താ വെച്ചാൽ ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തത് ചിൽഡ്രൻസ് ഫിലിമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിൽഡ്രൻസ് ഫിലിം ഇങ്ങനെ അടിച്ചു മാറ്റലൊക്കെ ഉണ്ടാവുമോ? വലിയ സിനിമകളൊക്കെ വലിയ വലിയ ആൾക്കാർ ചെയ്യണമല്ലേ, നമ്മളത്ര വലിയ ആളല്ലല്ലോ. നോക്കുമ്പോൾ അതിൽ കുരീപ്പുഴ ശ്രീകുമാരനെ കൊണ്ട് പാടിച്ച ഒരു പാട്ട്
ഒരു നാടൻ പാട്ട് അതേപടി തൊട്ട് ഒരു വലിയ സംവിധായകൻ, പേരെന്നെ പറയാം, ഇനിയിപ്പോൾ പേര് പറയാണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, അന്യൻ എന്ന് മറ്റാണ് സിനിമ, അതിലുപയോഗിച്ചേക്കാണ്. അപ്പോൾ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല. ഈ സിനിമയുടെ പേരെന്നെ അടിച്ചു മാറ്റി. അത് കഴിഞ്ഞ് അവാർഡിന് വന്നപ്പോൾ ചിൽഡ്രൻസ് ഫിലിം അവാർഡ് നമുക്ക് കിട്ടും, അതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്, കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ 4 സംവിധായകർ കൂടി തീരുമാനിച്ചത് എന്താ അറിയോ, ഈ സിനിമേൻ്റെ കാറ്റഗറി ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. എത്രത്തോളം തമാശയുണ്ടെന്ന് നോക്കണം. അതായത് ചിൽഡ്രൻസ് ഫിലിം സെൻസർ ചെയ്തൊരു സിനിമയ്ക്ക് ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ അവാർഡ് കൊടുക്കാൻ പറ്റുമോ? നോർമൽ ഇന്ന് കിട്ടിയ ആളാണ് ഞാൻ, അതാണ് തമാശ. കൊടുക്കാൻ പറ്റില്ല, നിയമപരമായിട്ട് അത് നിലനിൽക്കില്ല. പക്ഷെ എനിക്കത് കിട്ടിയത് എങ്ങനെയാണ്? മറ്റേന്ന് എന്നെ ഒഴിവാക്കണം, ആ സിനിമയെ ഒഴിവാക്കണം, അതാണ് കാര്യം. അപ്പോൾ ഫീച്ചർ ഫിലിം വിഭാഗത്തിലാണ് അതിൻ്റെ അവാർഡ് വന്നു വീഴുന്നത്. ഒരു തമാശ പോലെ ഇങ്ങനെ. ഇപ്പോൾ നമുക്ക് ഒരു പണി നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ സിനിമയും നമ്മുടെ തട്ടകല്ല എന്ന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. സിനിമയും നാടകവും ഒക്കെ ഇതൊന്നും നമുക്ക് ഈ മത്സരത്തിനൊന്നും ഒപ്പം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതല്ലാത്ത വല്ല പണിയുണ്ടെന്ന് അന്വേഷിക്കുകയാണ് പിന്നെ ചെയ്യുക. അപ്പോൾ നാടകത്തിൻ്റെ വേറെ സംഗതി, ഇപ്പോൾ കുറത്തി എന്ന് പറഞ്ഞൊരു നാടകം എഴുതിയിട്ടുണ്ട് ഞാൻ. ഇത് കുറച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. കുറച്ചേ അവതരിപ്പിച്ചിട്ടുള്ളൂ, വലിയ രീതിയിൽ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ അത് സിനിമയാക്കാൻ വേണ്ടി അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പാട്ടൊക്കെ എഴുതി, പാട്ട് ഒക്കെ ചിട്ടപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നാടകം ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ നാടകമായിട്ട് വരാൻ പോവുക. ഇതിൻ്റെ പ്രമേയം വേറൊരു കൂട്ടർ. നമ്മളിതിൻ്റെ കേസിനൊന്നും പോയിട്ടില്ല, ഒരു ഘട്ടത്തിലും ഒരു തർക്കത്തിനും ഇല്ലാത്ത. എന്താണെന്ന് വെച്ചാൽ തർക്കിച്ചിട്ടും എന്താ കാര്യം? നമ്മുടെ സാധനങ്ങൾ നല്ലതാണെങ്കിൽ അതവിടെ നിന്നോളും. അല്ലേ അടിച്ചുകൊണ്ടുപോയി ഒറിജിനൽ വേറെ സ്ഥലത്ത് നിൽക്കുക, ഡ്യൂപ്ലിക്കേറ്റുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ സഞ്ചരിച്ചോട്ടെ എന്നിരിക്കുക. ഇതിനെ കാലം അത് എന്തെങ്കിലും ഒരു മറുപടി ഈ കാര്യത്തിൽ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകെപ്പെട്ട് കാര്യമില്ല. കേസ് കൊടുത്തു നിൽക്കുക, വിധി അനുകൂലമായി നിൽക്കുക, എന്നിട്ട് നമുക്ക് അത് നടപ്പിലായി കിട്ടി. എന്താ കാര്യം? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ആ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റുകളുടെ പുറകെ പോയിട്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളത് തന്നെയാണ് അനുഭവം. ഈ കുറേ അനുഭവങ്ങളുണ്ട്, ഇതൊന്നുമല്ല ഈ ഇഷ്ടം പോലെ പറയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളിൽ രമിക്കാൻ എനിക്ക് പറ്റാത്തതാണ്. ശരിക്കും ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടി ഞാൻ കേട്ടിരിക്കണേ, ആരാധനയോടുകൂടി ഞാൻ കേട്ടിരിക്കണേ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിലേക്ക് പോകാൻ പറ്റാത്തത്, എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത്, വായിക്കാത്തതുകൊണ്ടല്ല, വായിച്ചാലും സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഈ അനുഭവം ഏത് മേഖലയിൽ ആയാലും ഇങ്ങനെ ചില ആളുകളെ പാമ്പ് ദൂരെ നിന്ന് തന്നെ വന്നാൽ കണ്ടുപിടിച്ച് കടിക്കും എന്ന് പറയുന്നുണ്ട്. 46 തവണ 50 തവണയൊക്കെ പാമ്പ് കടിച്ച ആളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് എടുക്കാൻ തയ്യാറായിട്ട് വേറെ ആൾക്കാരുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. അപ്പോൾ നോവൽ എഴുതിയിട്ടുണ്ട്. നോവൽ എഴുതി വന്നപ്പോൾ എന്താ സ്ഥിതി എന്നറിയോ? 3 നോവലുകൾ വേറെയുണ്ട് അതേ പേരിൽ. അതിപ്പോൾ അവർ ആരെങ്കിലും കുറ്റം ചെയ്തു എന്നുള്ള അർത്ഥത്തിലൊന്നല്ല, അതുണ്ട്. അപ്പോൾ എന്തിപ്പോൾ ചെയ്യുക? അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിനെ നമ്മളെ ന്യായീകരിക്കാൻ പറ്റിയൊരു കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണുള്ളത് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും കൂടുതൽ മറ്റു കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാം. താങ്ക് യു. അടുത്തതായി VD പ്രേംപ്രസാദാണ്. അദ്ദേഹത്തിന് ജനകീയ നാടകവേദിയിലും അതുപോലെ തന്നെ തെരുവ് നാടകം, പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ അതൊരു പഠിപ്പിക്കൽ, അതിൻ്റെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ള ഈ രംഗത്ത് തന്നെ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കും. ബഹുമാനപ്പെട്ട മോഡറേറ്റർ GP, വെങ്കിടി, സജിത, വിനയേട്ടൻ, രംഗപാഠത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ പാനൽ ചർച്ച. സാധാരണ രീതിയിൽ പാനൽ ചർച്ച എന്ന് പറയുമ്പോൾ പരസ്പരമുള്ള ചില വിയോജിപ്പുകളുടെ ഒരു സ്പേസും ഉണ്ട്. പക്ഷെ ഇവിടെ വെച്ചാൽ അങ്ങനെ വിയോജിക്കാവുന്ന രീതിയിലുള്ളൊരു അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സംഗതി. ഞാനെന്തായാലും നാടകമായി കേന്ദ്രീകരിച്ച് നാടകത്തിൻ്റെ ഒരു രംഗഭാഷയായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. സിനിമയെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ എഡിറ്റിംഗ് സാധ്യതയുണ്ട്. ഇതിന് ഷൂട്ടിൻ്റെ കാര്യത്തിൽ റീടേക്കിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവർ സൂചിപ്പിച്ച പോലെ നാടകത്തെ സംബന്ധിച്ചുള്ള അങ്ങനെ ഇല്ല. സ്റ്റേജിൽ ഇങ്ങനെ പച്ചയായ മനുഷ്യൻ പച്ചയായിട്ടുള്ള ഓഡിയൻസുമായിട്ട് നേരിട്ടുള്ള ഇൻട്രാക്ഷൻ ആണെന്നുള്ള സംഗതി ഉണ്ട്. അപ്പോൾ സ്റ്റേജിൻ്റെ ഒരു രംഗഭാഷ
തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടത്. രംഗഭാഷ നേരത്തെ സജിതങ്ങൾ സൂചിപ്പിക്കാൻ ശ്രമിച്ചു. അത് ശരിക്കും ഇപ്പോൾ ഒരു ബേസിക് ടെക്സ്റ്റ് ഉണ്ടാവാം, ടെക്സ്റ്റ് കഴിഞ്ഞിട്ട് അരങ്ങിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു സ്റ്റേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു ടെക്സ്റ്റ് ഉണ്ടാവാം. പക്ഷെ മൂന്നാമതൊരു ടെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാണാതിരിക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ രൂപം കൊള്ളുന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. അത് അവരുടെ ജീവിതാനുഭവം, അവരുടെ സോഷ്യോളജിക്കൽ കണ്ടീഷൻ, അവരുടെ ഒരു പൊളിറ്റിക്കൽ കൺസെപ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആ നാടകം മൂന്നാമത്തെ അരങ്ങിൽ, മനസ്സിൻ്റെ അരങ്ങിൽ രൂപം കൊള്ളുന്നത്. ഇപ്പം അരങ്ങ് എന്നുള്ള സംഗതി, അരങ്ങിലെ രംഗഭാഷ എന്ന് പറഞ്ഞ സംഗതി വാസ്തവത്തിൽ വളരെ മുമ്പ് തന്നെ വേണമെങ്കിൽ ഒരു ചരിത്രം പറഞ്ഞാൽ വേണമെങ്കിൽ പറയാനുണ്ടാവും. ഇപ്പോൾ കൂടിയാട്ടം വളരെ വ്യത്യാസം, ബാസൻ്റെയൊക്കെ തന്നെ നിരവധി നാടകങ്ങൾ കേരളത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടത്. കേരളത്തിൽ നിന്നാണ് അതിൻ്റെ ടെക്സ്റ്റുകളൊക്കെ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം ആട്ടപ്രകാരം ഉണ്ടായിരുന്നു. എങ്ങനെയാണത് അരങ്ങിൽ അവതരിപ്പിക്കേണ്ടതെന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമുള്ള ആട്ടപ്രകാരം ഉണ്ടായിരുന്നു. നാടകത്തിനെ സംബന്ധിച്ചുള്ള ആദ്യകാല നാടകങ്ങളൊക്കെ തന്നെ, മലയാളത്തിലെ നാടകങ്ങൾ സവിശേഷമായിട്ടും, അത് ആക്ടേഴ്സിൻ്റെ തന്നെ ഒരു കളക്റ്റീവ് കോൺട്രിബ്യൂഷനായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതൊരു പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിൽ നാടകം ആവശ്യമാണെന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ട് അവർ കൂടിച്ചേരുന്നു. ടെക്സ്റ്റ് ആരെങ്കിലും എഴുതുന്നു, അത് പിന്നെ രംഗത്ത് ആവിഷ്കരിക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ എന്ന സംഗതിയെ കുറിച്ചൊന്നും അവർക്ക് അന്ന് സങ്കല്പത്തിലേ ഇല്ല. ഇപ്പോൾ പ്രേംജിയും പരിയാനം പറ്റിയും ഒക്കെ ചേർന്നിട്ട് ചെയ്ത നിരവധി നാടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ നമ്മളൊന്നാക്കി തീർത്തതിൽ അവർക്ക് വലിയ പങ്കുണ്ട്, പ്രേംജിക്കൊക്കെ വലിയ പങ്കുണ്ട് നാടകത്തിന്. അപ്പോൾ അന്ന് ആക്ടേഴ്സ് തന്നെയായിരുന്നു ഒരു അഭിനയിക്കുമ്പോൾ തന്നെ അവർക്ക് ഒരു നാടകം രൂപപ്പെടുത്താൻ പറ്റിയിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ആക്ടേഴ്സ് പിന്നെ നല്ല ഒരു കോൺഷ്യസ് ഉള്ള ആൾക്കാരായിരുന്നു, ദർശനം ഉണ്ടായിരുന്നു, അവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു ഡെമോക്രാറ്റിക് അപ്രോച്ച് നാടകമൊക്കെ സംവിധാനമൊക്കെ വരുമ്പോൾ അത് നാടകത്തിൻ്റെ ഒരു ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ് എന്ന രീതിയിൽ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ അവരുടെ സമയത്ത് അങ്ങനെയല്ല. ഒരേ ലക്ഷ്യം വെച്ച് ഉള്ള ആൾക്കാർ തമ്മിൽ ഈഗോ പിന്നെ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും. വാസ്തു സംവിധാനം എന്നുള്ളൊരു സംഗതി ഇപ്പോൾ വെസ്റ്റേൺ പിന്നെ തിയേറ്ററിലൊക്കെ തന്നെ രൂപപ്പെടുത്തി. വില്യം ക്രേഗിനെ പോലുള്ള ചിലർ സംവിധാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വരുന്ന വിഷ്വൽ ഇമേജ് അല്ലെങ്കിൽ സെൻട്രൽ ഇമേജ് അതിങ്ങനെ രൂപപ്പെടും. അതിങ്ങനെ പലരും കളർ ഓഫ് ദ പ്ലേ എന്നുള്ള രീതിയിൽ നാടകത്തിൻ്റെ നിറം ഉണ്ട് എന്നുള്ളത് എനിക്ക്. ആ നിറം നാടകത്തിൽ അതുപോലെ തന്നെ ആവിഷ്കരിക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ ആ സെൻട്രൽ ഇമേജ് അതുപോലെ തന്നെ നാടകത്തിൽ ആവിഷ്കരിക്കണമെന്നില്ല. സെൻട്രൽ ഇമേജ് ഇപ്പോൾ മാക്ബത്തിൻ്റെ ഒരു സെൻട്രൽ ഇമേജായിട്ട് ക്രാഗ് പറയുന്നത് വെച്ചാൽ ഒരു പിന്നെ പരിക്കനായിട്ട് കുത്തനെയുള്ള ഒരു പാറക്കൂട്ടം എന്നുള്ള രീതിയിൽ സ്റ്റീപ്പായിട്ടുള്ളൊരു പാറക്കൂട്ടത്തെക്കുറിച്ച് എന്നുള്ള ഇമേജാണ് വരുന്നത്. പക്ഷെ നാടകത്തിൽ വരുമ്പോൾ വെച്ചാൽ ഈ ഒരു ബേസ് പക്ഷേ സംവിധായകന് ആ നാടകം ഡിസൈൻ ചെയ്യുന്നതിൽ പല രീതിയിൽ സൈക്കോളജിക്കലായിട്ടൊക്കെ തന്നെ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ്. കളർ ഓഫ് ദ പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാക്ബത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു തരം മെറൂൺ കളറാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂംസ് മുഴുവൻ മെറൂൺ ആവണമെന്നോ അല്ലെ കർട്ടൻ മെറൂൺ ആവണമെന്നൊന്നും അർത്ഥമില്ല. പക്ഷെ അങ്ങനെ ഒരു മെറൂൺ കളർ എന്നുള്ള രീതിയിലൊരു ഫീല് ഒരു നാടകം വായിക്കുമ്പോൾ അതിൻ്റെ അത്തരം അന്വേഷണങ്ങളിൽ നിന്ന് നാടകത്തിൻ്റെ ഡിസൈൻ രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടെക്സ്റ്റിനെ അരങ്ങിലേക്കുള്ള ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരാണ് അതാണ് വാസ്തുവിൽ പ്രേക്ഷകൻ നേരിട്ട് കാണുന്ന കാര്യം എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഒരു നാടകകൃതി വായിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. വായിക്കുന്ന നാടകകൃതി പലപ്പോഴും വേറൊന്നാണ്, കാണുന്ന നാടകകൃതി മറ്റൊന്നാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ പ്രേക്ഷകരുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന നാടകവും മൂന്നാമതൊന്നാണ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം രൂപപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് അതുപോലെ തന്നെ പകർത്തി വയ്ക്കൽ അല്ല ശരിക്കും ആരെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചില സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ അതായത് നാടകത്തിന് വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റിനെ നാടകകൃതിയെ നമുക്കൊരു റോ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ തന്നെ കണക്കാക്കാവുന്നതാണ്. അതിന് ഫ്ലഷും ബ്ലഡും മാംസവും മജ്ജയും രക്തവും ഒക്കെ കൊടുക്കുന്നത് വാസ്തുവിൽ ഈ അരങ്ങിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തീർച്ചയായിട്ടും വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. നാടകരചന നടത്തുമ്പോൾ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അരങ്ങിലേക്ക് അത് രംഗഭാഷയാക്കി മാറ്റുമ്പോൾ മറ്റൊരു സർഗാത്മക പ്രവർത്തനമാണ് വാസ്തുവിൽ അതിലൂടെ നടക്കുന്നത്. അവിടെ നേരത്തെ ഇപ്പോൾ വെങ്കിടൊക്കെ സൂചിപ്പിച്ച പോലെ ഇംപ്രവൈസേഷൻ്റെ ഒക്കെ വലിയ സാധ്യതയുണ്ട്. ഓരോ നാടകം വാസ്തുവിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് എടുത്ത് ചെയ്യുന്ന സമയത്ത് അതിനൊരു പ്രൊഡക്ഷൻ, ഈ ആട്ടപ്രകാരം പോലെ പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റ്, ഞങ്ങളൊക്കെ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുമ്പോൾ പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയും. ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ മൂവ്മെൻ്റ് അടക്കം വരച്ച്
ഈ സന്ദർഭത്തിൽ നാടക സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കിനെ കുറിച്ച്, അവിടെ ഉപയോഗിക്കുന്ന ലൈറ്റിനെ കുറിച്ച് ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നൊരു ടെക്സ്റ്റ് ഉണ്ടാവും. പക്ഷെ ആ ടെക്സ്റ്റിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നാടകം ഗംഭീരമാവണമെന്നില്ല. അവിടെയാണ് വളരെ ഓർഗാനിക്കായിട്ടുള്ള ഓൺ ദ സ്പോട്ട് ഇംപ്രവൈസേഷൻ എന്നുള്ളവർക്ക് അത് രൂപപ്പെട്ട് വരുമ്പോഴാണ് അതിന് ജൈവപരത ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനെ ചെയ്താൽ വളരെ റെഡിമെയ്ഡായിട്ട് പോകും. ചിലപ്പോൾ അത് തീരെ ലൈവ് അല്ലാത്തൊരു നാടക അവതരണമായിട്ട് മാറും. പക്ഷെ അതേ സമയത്ത് ഇത്തരത്തിൽ ഒരു നാടകത്തിലെ നടന്മാരും നടികളുടെയും പിന്നെ അനുസരിച്ച് നാടകം മാറിപ്പോകുന്നുണ്ട്. കാരണം അവരുടെ ഒരു സാധ്യത പല രീതിയിലാണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് ടെക്സ്റ്റ് എടുത്ത് നമ്മൾ നാടകം ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ആ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്ന നടീനടന്മാരുടെ സവിശേഷത കൊണ്ട് ആ നാടകം മറ്റൊരു ഡയമെൻഷനിലേക്ക് അരങ്ങിലേക്ക് മാറുന്നു എന്നുള്ളൊരു സംഗതി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ക്ലാസിക് നാടകങ്ങൾ ഇപ്പോഴും ഷേക്സ്പിയറുടെ നാടകങ്ങളൊക്കെ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ നമ്മുടെ ഇവിടെയും ഇപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പലരും നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് നടത്തണോ? ഇപ്പോൾ പാട്ടവാക്കി വീണ്ടും അവതരിപ്പിക്കുന്നു, നമ്മളൊന്ന് വീണ്ടും അവതരിപ്പിക്കുന്നു, KT-യുടെ നിരവധി നാടകങ്ങൾ വീണ്ടും അവതരിപ്പിക്കുന്നു, NN പിള്ളയുടെ പ്രൊഫഷണൽ നാടകങ്ങൾ വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നാടകം അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ സമകാലവുമായി ബന്ധപ്പെടുത്താനായിട്ട് എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം അന്ന് അവരെഴുതുന്ന ഒരു ഹിസ്റ്റോറിക് പശ്ചാത്തലമല്ല ഇന്ന്. ആ മാറ്റം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ഹിസ്റ്റോറിക് റെമിനിസൻസ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിന് കാലവുമായി ബന്ധപ്പെടുത്താവുന്ന രീതിയിലുള്ള രീതി, അതിന് അവതരണ രീതിക്കും അത്തരത്തിൽ മാറ്റം വരും. ഈ കാലം മാറിയതിനനുസരിച്ചുള്ള നാടകരൂപങ്ങളിൽ നമ്മുടെ ബ്രെക്റ്റൊക്കെ പറയുന്ന പോലെ നമ്മുടെ അഭിരുചികളിലും ഭക്ഷണ രീതികളിലൊക്കെ തന്നെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാടകത്തിൻ്റെ ഫോർമാറ്റും കാലത്തിനനുസൃതമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് തോന്നുന്നില്ല പാട്ടവാക്കി നമ്മളെന്നൊക്കെ എഴുതുന്ന സമയത്ത് ആ അവരൊന്നും ബ്രെക്റ്റിനെ വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ആ നാടകത്തിൻ്റെ ഓരോ എപ്പിസോഡും ഒരു ബ്രെക്റ്റിയൻ മെത്തഡോളജി ഉപയോഗിച്ച് പുതിയ കാലത്ത് അത് ആവിഷ്കരിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതങ്ങനെ എഴുതാൻ പറ്റിയ ബ്രെക്റ്റ് നിലപാടുള്ള ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രീതി പുലർത്തിയിരുന്ന ഒരു എഴുത്തുകാർ, ഫാസിസത്തിനെതിരെ ഒരു മാർക്സിസ്റ്റ് ബേസിൽ. അതുകൊണ്ടാണ് അന്ന് ബ്രെക്റ്റ് പറഞ്ഞത് എൻ്റെ ഏറ്റവും നല്ല പ്രേക്ഷകൻ ഒരു പക്ഷേ കാറൽ മാർക്സ് ആയിരിക്കുമെന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ പിന്നെ ദാമോദരനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ആക്ടിവിസ്റ്റ് പൊളിറ്റീഷ്യൻസായിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ അവരൊരു സാമൂഹ്യ പ്രശ്നം നാടകത്തിൽ ആവിഷ്കരിക്കുമ്പോൾ അറിയാതെ തന്നെ നേരത്തെ ഇവിടെ സജിത പറഞ്ഞ പോലെ ഇപ്പോൾ ബ്യൂട്ടി പാർലർ മറ്റൊരു രീതിയിൽ രൂപപ്പെടുന്നത് പോലെ ലോകത്തെമ്പാടും സാമൂഹ്യ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുന്നതിൽ സമാനത വരും. അപ്പോൾ എനിക്കൊക്കെ ഈ പാട്ടവാക്കി വായിക്കുമ്പോൾ നമ്മളൊന്നൊക്കെ പുതിയ കാലത്ത് അവതരിപ്പിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എപ്പിസോഡിക്കലായിട്ടുള്ള ഒരു ശക്തി ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ അതിവൈകാരികതയ്ക്കപ്പുറം അതിനെ പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. ഈ നാടകത്തിൻ്റെ ഒരു സാധ്യത അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചെക്കോവിൻ്റെ നാടകങ്ങളൊന്നും ഒരു കാലത്ത് തീരെ അവതരിപ്പിക്കപ്പെട്ടിരുന്നില്ല. വായിക്കാൻ വേണ്ടിയൊരു ടെക്സ്റ്റായിരുന്നു. അതിനെ പരിഹസിച്ചുകൊണ്ട് ക്ലോസറ്റ് പ്ലേ എന്ന രീതിയിൽ ആൾക്കാർ പരിഹസിക്കുകയും ചെയ്യായിരുന്നു. ക്ലോസറ്റ് അത് അങ്ങനെ ബാത്റൂമിലൊക്കെ ഇരുന്നിട്ട് വാഷ്റൂമിലൊക്കെ ഇരുന്ന് വായിക്കാവുന്ന കൃതി എന്ന രീതിയിലൊക്കെ പരിഹസിക്കപ്പെട്ടിരുന്നു. ആ നാടകം അവതരിപ്പിച്ചൊക്കെ പൊളിഞ്ഞു പോയൊരു ഘട്ടത്തിൽ നല്ല എഴുത്തുകാരൻ നോവലിസ്റ്റ് എന്നൊക്കെ രീതിയിൽ പ്രചാരം നേടിയ ഒരു ചെക്കോവിൻ്റെ നാടകം എന്നുള്ള ഇപ്പോൾ സീകളാണെങ്കിലും പിന്നെ അവളുടെ പ്രസിദ്ധമായിട്ടുള്ള പ്രപ്പോസലാണെങ്കിലും ദ ബെയർ എന്നുള്ള കരടി എന്നുള്ള നാടകമാണെങ്കിലും ഇതൊന്നും തന്നെ ചെറിയ ഓർച്ചാട് ഈ നാടകങ്ങളൊന്നും അക്കാലത്ത് അവതരിപ്പിക്കപ്പെടുന്നില്ല. സ്റ്റാൻസ്ലോസ്കി തൻ്റെ മോസ്കോ ആർട്ട് തിയേറ്ററിലൂടെ അതിസൂക്ഷ്മമായി ടെക്സ്റ്റ് പഠിക്കുകയും അതിനൊരു രംഗഭാഷ സൃഷ്ടിക്കുകയും ചെയ്തതോടുകൂടിയിട്ട് ഇതേ ജനം തന്നെ അത് ഇരു കൈയും നീട്ടിയത് ഈ നാടകങ്ങൾ മുഴുവൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ടെക്സ്റ്റ് ഒരു രംഗഭാഷയായി മാറുന്ന സമയത്ത് ആളുകളത് ഏറ്റുവാങ്ങുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം മോസ്കോ ആർട്ട് തിയേറ്ററിൻ്റെ ഒരു 100 ചില വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ രംഗാവതരണം തന്നെയാണ്. ഇത് മലയാളത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങളൊന്നും ആ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ ഒരു ഇബ്സൻ്റെ ഒരു ഘടനയിലൊക്കെ രൂപപ്പെട്ട, പക്ഷെ അത് അവതരിപ്പിക്കാനുള്ള കാര്യം ഉണ്ടായിരുന്നു. CJ തോമസിൻ്റെ നാടകങ്ങൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അതൊന്ന് വിജയകരമായ രീതിയിൽ അവതരിപ്പിച്ചത്, ക്രൈമൊക്കെ പോലുള്ള നാടകങ്ങൾ. അപ്പോൾ അത് പുതിയ കാലത്ത് അതെങ്ങനെയാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നു എന്നത്, അതിൻ്റെ അരങ്ങിൻ്റെ ഒരു ഭാഷ സ്റ്റേജ് ടെക്സ്റ്റ് ഉണ്ടാക്കുക എന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട. കൃഷ്ണപിള്ളയുടെ നാടകമൊക്കെ കുറേ കൂടെ ആളുകൾ കാണാവുന്ന രീതിയിലാക്കിയ തോപ്പിൽ ബാസി, പിന്നെ അദ്ദേഹത്തെ ഒരു ഗുരു തുല്യനായിട്ടുള്ള അദ്ദേഹത്തോടൊരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ ഈ കന്യൊക്കെ വീണ്ടും അവതരിപ്പിച്ചപ്പോഴാണ് അഴിമുഖം പോലുള്ള നാടകങ്ങളൊക്കെ വീണ്ടും ആളുകൾ കാണാൻ തുടങ്ങിയെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അരങ്ങിലെ ഭാഷയ്ക്ക് സവിശേഷതയുണ്ട്. പുതിയ കാലത്ത് ഈ നാടകങ്ങൾ ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും ഇതിൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ആ ഡയറക്ടർ തീർച്ചയായിട്ടും അങ്ങേയറ്റം എൻസൈക്ലോപീഡിയയ്ക്ക് ആയിരിക്കണം. നല്ല പൊളിറ്റിക്കൽ അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ ഉയർന്ന ദർശനം ഉള്ള ആളായിരിക്കണം. കാലം എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള നല്ല അവബോധം ഉണ്ടാകണം. അതായത് പണ്ട് ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവരൊക്കെ എഴുതുന്ന ഇപ്പോൾ ഫ്യൂഡൽ പ്രഭു അല്ലെങ്കിൽ ഫ്യൂഡലിസവും അല്ലെങ്കിൽ കീഴാളായിട്ട് കുടിയാനൊക്കെ പ്രത്യക്ഷമായിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ, കാലം മാറി. ഒരു തരം ഫോഗി ആയിട്ടുള്ള മൂടൽമഞ്ഞ് പിടിച്ച ആരാണ് ശത്രു എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെ പ്രശ്നങ്ങളുടെ സമയത്ത്. അപ്പോൾ ഈ കാലത്തിൻ്റെ ഒരു സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ട് അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ആളെ സംബന്ധിച്ചോളം ഈ അരങ്ങിലേക്കുള്ള ഈ പരാവർത്തനം, നാടകത്തിൻ്റെ പരാവർത്തനം വിജയകരമായി നിർവഹിക്കാനാവൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രേംപ്രസാദ് പറഞ്ഞതിൻ്റെ തന്നെ ഒരു തുടർച്ച. അപ്പോൾ മാക്ബത്തിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അതിൽ എന്താണ് പിങ്ക് കളർ അല്ലേ, ഇതാണ് അല്ല മെറൂൺ കളറിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചത് മാക്ബത്ത് ഒരുപാട് സിനിമ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്കോട്ടിഷ് 15-ാം നൂറ്റാണ്ടിലെ സ്കോട്ടിഷ് പശ്ചാത്തലത്തിലാണ് ഷേക്സ്പിയർ ഇത് എഴുതുന്നത്. പക്ഷേ ഓർസൺ വെൽസ് എടുത്തിട്ടുണ്ട്, പൊളാൻസ്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു യൂറോപ്യൻ പശ്ചാത്തലം. അതേ സമയത്ത് കുറസോവ ഈ മാക്ബത്തിനെ അകിര കുറസോവ ജാപ്പനീസ് സമുറായ് പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുപോവാണ്. ത്രോൺ ഓഫ് ബ്ലഡ് എന്ന് പറയുന്ന രക്തസിംഹാസനം എന്ന് പറയുന്ന ഒരു സിനിമയാക്കി മാറ്റുമ്പോൾ അത് ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ഷേക്സ്പിയർ. അത് പുതിയ കാലത്ത് 1957-ലാണ്. 57-ൽ വളരെ ലാർജ് സ്കെയിലിൽ അന്നത്തെ ഒരു ജാപ്പനീസ് സിനിമയുടെ കോസ്റ്റ് വെച്ച് നോക്കിയാലും വളരെയധികം ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ടൊഷിറോ മിഫൂൺ എന്ന് പറയുന്ന ഈ കുറസോവയുടെ ആൾട്ടർ ഈഗോ ആയിട്ടുള്ള നടനെ അതിലേക്ക് അദ്ദേഹം, അത് മറ്റു സിനിമകളിലും അദ്ദേഹം തന്നെയാണ് ടൊഷിറോ മിഫൂണിനെ കൊണ്ടുവന്നിട്ടുള്ള വളരെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് ഒരു നാടകത്തെ അപ്പോൾ പിന്നെ സജിത പറഞ്ഞതിൻ്റെ ഒരു ഇത് അതിലേക്ക് വരികയാണ്. കാരണം ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. ആ ടെക്സ്റ്റിൻ്റെ മൂല്യം അതെങ്ങനെ നമ്മൾ ആ ടെക്സ്റ്റ് അവിടെ നിലനിന്നതുകൊണ്ടും അതിനെ ഇപ്പോൾ ഷേക്സ്പിയർ കാലത്ത് അവതരിപ്പിച്ചതൊന്നും കുറസോ കാണുന്നില്ല, ഒന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ ആ ടെക്സ്റ്റിനെ കാലഘട്ടത്തിനെ കടന്നുകൊണ്ട് തങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് ഇത് സത്യത്രയം ചെയ്യുന്നുണ്ട്. ഇബ്സൻ്റെ എൻ എനിമി ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന നാടകത്തിനെയാണ് അദ്ദേഹം ഗണശത്രുവാക്കുന്നത്. ആ ഗണശത്രു എന്ന് പറയുന്ന ഇത് സമയത്ത് സത്യത്രയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പതർ പാഞ്ചാലി ഒരുപാട് പിന്നെ ബംഗാളിൻ്റെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള നാടൻ ഗ്രാമങ്ങളും മറ്റുള്ളതെല്ലാം, അതുപോലെ തന്നെ കൽക്കത്ത നഗരത്തിൻ്റെതെല്ലാം എടുത്തിട്ടുള്ള അദ്ദേഹം ഒരു ചെയറിൽ മാത്രം ഇരിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് സത്യത്രയ ഗണശത്രു എടുക്കുന്നത്. അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ ആ ചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു റൂമിൻ്റെ ഇത് അല്ലെങ്കിൽ ഒരു ഹാളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ഇബ്സൻ്റെ നാടകത്തെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു എന്ന് മാത്രമല്ല, വളരെയധികം ഒരു കണ്ടംപററി ആയ ഇന്ത്യ തന്നെ അനുഭവിക്കുന്ന വളരെ കണ്ടംപററി ആയ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് അദ്ദേഹത്തിന് അതിൽ കൊണ്ടുവരാൻ പറ്റും. വർഗീയതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, വിശ്വാസമായി ബന്ധപ്പെട്ടുകൊണ്ട്, മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവത്തിലേക്ക് യഥാർത്ഥത്തിൽ അപ്പോൾ ഇബ്സൻ്റെ നാടകത്തിന്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ നാടകത്തിനോടുള്ള അല്ലെങ്കിൽ നാടകം എന്ന് പറയുന്ന വളരെ റിച്ചായ, വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള, വളരെ ദീർഘകാലത്തെ പാരമ്പര്യം, അതുപോലെ തന്നെ ആവിഷ്കാര പാരമ്പര്യം, രചനാ പാരമ്പര്യം, അതിൻ്റെ മൂല്യങ്ങൾ, അതിൻ്റെ ഉള്ളടക്കങ്ങൾ, ഇതിനോട് പിന്നെ ഫിലിം മേക്കേഴ്സ് നൽകിയിട്ടുള്ള ഇതുപോലത്തെ അപൂർവമായിട്ടുള്ള ആയിരിക്കാം, ചിലപ്പോൾ ഒരുപക്ഷെ ധാരാളം ഉണ്ടാവും, നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതും ഉണ്ടാവാം, രംഗപാഠങ്ങൾ അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് രംഗ അവതരണങ്ങൾ വളരെ നിർണായകമാണ്. അത് യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ ഹ്യൂമൻ കൈൻഡിൻ്റെ തന്നെ, മനുഷ്യരുടെ തന്നെ ഹിസ്റ്ററിയെ രേഖപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതൊരു ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചും കൂടി വെങ്കിടി കുറച്ചുകൂടി സംസാരിക്കുന്നു വിചാരിക്കുന്നു. എനിക്കാണ് നമ്മൾ സംസാരിച്ച് വന്നതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ നേരത്തെ പ്രേമൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ പാഠം, രംഗപാഠം, അവതരണം അല്ലെങ്കിൽ കഥ, തിരക്കഥ, സിനിമ എന്നൊക്കെ പറയുന്നൊരു പരിണാമത്തിൻ്റെ അല്ലെങ്കിൽ യാത്രയ്ക്കിടയിൽ സംഭവിക്കുന്നൊരു എലിമെൻ്റ് രംഗപാഠം എന്നുള്ളത് ധാരാളം ഇംപ്രവൈസേഷൻ സാധ്യത നാടകത്തിൻ്റെ അകത്തുണ്ട്. സിനിമ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രേഖപ്പെടുത്തപ്പെട്ട കലയായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അത് ഒരുപക്ഷെ നാടകത്തെക്കാളും സംരക്ഷിക്കപ്പെടാൻ, ഇപ്പോൾ നേരത്തെ സജീവ് സൂചിപ്പിച്ച ആർക്കൈവിങ് ചെയ്യുകയാണെങ്കിൽ ആർക്കൈവ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാലാതിവർത്തി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മാധ്യമമായിരിക്കാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഞാനതിൻ്റെ കുറച്ചുകൂടി സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരു മേഖലയിലേക്ക്, മലയാളത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഞാനൊരു റാൻഡമായിട്ടുള്ള ഒരു 6 സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടുള്ള നാടകത്തെ ആസ്പദമാക്കിയിട്ടുള്ള
ഒരു കഴിഞ്ഞൊരു 60-കൾ മുതൽ 90-കൾ വരെ ഉണ്ടായിട്ടുള്ള 5-6 സിനിമകളുടെ പേര് പറയും. ഒന്ന് 7 രാത്രികളാണ്. എനിക്ക് 68-ലുണ്ട് കാലടി ഗോപിയുടെ നാടകത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയിട്ടുള്ള സിനിമ. എനിക്ക് തോന്നുന്നു 7 രാത്രികളായിരിക്കും ഒരു പക്ഷേ നാടകത്തിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന സിനിമയ്ക്കകത്തെ നാടകപരതയെ അങ്ങേറ്റം ഒഴിവാക്കിയിട്ടുള്ള ഒരു സിനിമ 7 രാത്രികളാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു രംഗസജ്ജീകരണമായാലും അഭിനയ രീതികളിൽ ഒരുപക്ഷെ നാടകത്തിൻ്റെ ചില നാടക അവതരണത്തിൻ്റെ അഭിനയത്തിൻ്റെ ചില സ്വാധീനങ്ങൾ കാണാമെങ്കിൽ പോലും അതിൻ്റെ മൊത്തത്തിലുള്ള എൻ്റെ ഒരു ഡിസൈൻ ഒരു സിനിമയായിട്ട് തന്നെ മിസാൻസിയനായാലും മൊണ്ടാഷ് നോക്കിയാലും അതൊരു സിനിമയായി തന്നെ മാറുന്ന ഒരു 7 രാത്രികൾ എന്ന് പറഞ്ഞ സിനിമ മാറുന്നതായിട്ട് കാണാം. മറ്റൊരു സിനിമ ഒരു പക്ഷേ അതിന് നേരെ എതിർ ഉദാഹരണമായിട്ട് എടുക്കാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ജനകീയ എന്താ പറയുക പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു നാടകത്തെ സിനിമയാക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത് പലപ്പോഴും അതിൻ്റെ ഫ്രെയിമിംഗ് ആയാലും അഭിനയ രീതികളായാലും കഥാപാത്രങ്ങളുടെ രംഗചലനങ്ങളായാലും എല്ലാം തന്നെ നാടക അരങ്ങിനെ അതേപടി തന്നെ പകർത്തുന്ന എന്തോ ഒരു അതിർത്തി ഉണ്ടെന്ന് തോന്നും പലപ്പോഴും. ഈ നാടകത്തിൻ്റെ അരങ്ങ് സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സിനിമയ്ക്ക് അതിർത്തികളില്ല, ശരിക്കും ഫ്രെയിമിന് അതിർത്തികളില്ല. ഈ അതിനപ്പുറമുള്ളതിനെ എപ്പോഴും ധ്വനിപ്പിക്കാൻ ആണ് സിനിമയുടെ ഒരു കഴിവെന്ന് പറയുന്നത്. പക്ഷേ നാടകത്തെ സിനിമയാകുമ്പോൾ പലപ്പോഴും ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ കണ്ടാൽ പലപ്പോഴും തോന്നുന്ന ഒരു അരങ്ങിൻ്റെ അതിർത്തികൾ ഫ്രെയിമിനുണ്ടെന്ന് തോന്നുന്ന രീതിയിലാണ് പലപ്പോഴും അതിലെ അഭിനയ രീതികളും രംഗ അവതരണവും കാണുക. മറ്റൊരു സിനിമ എടുക്കുക. നേരത്തെ സജിത് സൂചിപ്പിച്ച അരവിന്ദൻ്റെ കാഞ്ചന സീത എടുക്കാം, അല്ലെങ്കിൽ അരവിന്ദൻ്റെ മാറാട്ടം എന്ന് പറഞ്ഞ 77-ലും 88-ലും ചെയ്ത 2 സിനിമ. രണ്ടും ഒരെണ്ണം CN ശ്രീകണ്ഠൻ നായരെയും മറ്റും കാവാലത്തിൻ്റെയും നാടകത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. കാഞ്ചന സീതയുടെ എൻ്റെ ഒരു പരിചരണ രീതി എങ്ങനെയാണ് ഒരു നാടക അവതരണം അതിനുശേഷം സിനിമയാകുന്ന സമയത്ത് അതിൽ വരുന്ന വളരെ മൗലികമായിട്ടുള്ള അടിസ്ഥാനപരമായ മാറ്റങ്ങളുണ്ട്. നാടകത്തിൻ്റെ നാടകീയം എന്ന് വിളിക്കപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ, അതിൻ്റെ ആഹാര്യമാകാം, ചടുലമായ സംഭാഷണ രീതികളാകാം, അല്ലെങ്കിൽ വളരെ നാടകീയവും വൈകാരിക മെലോഡ്രമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആകാം, കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഒരു എന്താ പറയുക സംഭാഷണ സന്ദർഭങ്ങളുടെ രീതികളാവും. ഇതെല്ലാം തന്നെ പരിപൂർണമായിട്ട് അതിൻ്റെ എല്ലാ നാടകീയതയും അതിൻ്റെ ആഹാര്യ ശോഭയോ അതും ഒരു എന്താ പറയുക അയോധ്യ പോലുള്ള ഒരു വലിയ രാമൻ എന്ന് പറയുന്ന ഒരു വലിയ മിത്തിക്കൽ ക്യാരക്ടറിൻ്റെ ഒരു പശ്ചാത്തലത്തെ പരിപൂർണ്ണം എടുത്തു കളയുകയും സിനിമയ്ക്കകത്ത് തന്നെ ഇപ്പോൾ ഈ രീതിയിൽ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് വലിയ പുരാണ സിനിമകളുടെ വലിയ പാരമ്പര്യത്തിനകത്ത് കാഞ്ചന സീത വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ആടയാഭരണങ്ങളെല്ലാം തന്നെ നാടകത്തിൻ്റെയും ആഹാര്യത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും നാടകീയതയുടെയും എല്ലാം തന്നെ എടുത്തു മാറ്റി അതിൻ്റെ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള അരവിന്ദൻ എസെൻഷ്യലായ ആ നാടകത്തിൽ വളരെ മൗലികമാണ് എസെൻഷ്യലായി കണ്ട ഒരൊറ്റ കാര്യം മാത്രമാണ്. രാമൻ എന്ന് പറയുന്നത് രാജാവാണോ മനുഷ്യനാണോ എന്നുള്ള ആ ചോദ്യത്തിലേക്ക് രാജഭരണം, അധികാരം, ഭരണകൂടം, രാജ്യം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ അകത്ത് വ്യക്തികൾ, മനുഷ്യന്മാരുടെ എന്താ പറയുക ബന്ധങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വളരെ അടിസ്ഥാനപരമായ ചോദ്യം മാത്രമായിട്ട് ചുരുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ രാമൻ്റെ കിരീടമോ അല്ലെങ്കിൽ രാമൻ്റെ കൊട്ടാരമോ രാമൻ്റെ തലസ്ഥാനമോ ഒന്നും അതിൽ ഒരു പ്രശ്നമല്ല. ആ രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാറാട്ടം നോക്കി കഴിഞ്ഞാൽ മാറാട്ടം യഥാർത്ഥത്തിൽ വളരെ കാവാലത്തിൻ്റെ നാടകത്തിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പക്ഷേ വളരെയധികം ഇംപ്രവൈസേഷൻസിലൂടെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മറ്റു പല ഇപ്പോൾ തമ്പുരാൻ പാട്ടായാലും കഥകളി ആയാലും ചൊല്ലിയാട്ടമായാലും ഇതിൻ്റെ എല്ലാം സാധ്യതകളെ സിനിമാറ്റിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ രൂപം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അത് ശരിക്കും അങ്ങനെ ഒരു എന്താ പറയുക അവതരണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പലതരം കലാരൂപങ്ങളെയും സംഗീത രൂപങ്ങളെയും ശീലുകളെയും ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരു സിനിമാറ്റിക് ഫോം ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ പരിപൂർണമായിട്ട് നാടകത്തിൽ നിന്നും നാടകാവതരണത്തിൽ മാറി ഒരു പുതിയ രൂപം ഉണ്ടാക്കി ഒരു രീതിയിൽ പറയണമെങ്കിൽ ഒരു സിനിമാറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ, ആ ടെക്സ്റ്റിൻ്റെ സിനിമാറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ സാധ്യമാണ്. അത് വലിയ ഹൈലി എന്താ പറയുക വളരെ പ്രഗത്ഭരായ നടീനടന്മാർ ഉപയോഗിച്ചുകൊണ്ട് അതേസമയം തന്നെ ക്ലാസിക്കൽ കലകളുടെ ചലന രീതികളെ, അഭിനയ രീതികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമാറ്റിക് രൂപം സൃഷ്ടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ സംഭവിക്കുന്നത് ഒരു പക്ഷേ അരവിന്ദൻ്റെ ഈ 2 സിനിമകൾ എടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ സവിശേഷതകളെയും ശക്തികളെയും ദൗർബല്യങ്ങളെയും നാടകം എന്ന് പറയുന്ന അല്ലെങ്കിൽ നാടകം എന്താ പറയുക നാടകം നിങ്ങൾക്ക് സിനിമയ്ക്ക് നൽകുന്ന ഓഫർ ചെയ്യുന്ന ടെക്സ്റ്റിനുമായിട്ടുള്ള നാടകവും സിനിമയും തമ്മിലുള്ള ഒരു തരം വളരെ സർഗാത്മകമായൊരു സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ ഒരു തരം ഒരു പുതിയ കെമിസ്ട്രി ഉണ്ടാകുന്നില്ല. അതാണ് അരവിന്ദൻ്റെ സിനിമകളെ വ്യത്യസ്തമാക്കുന്നത്.
ഒരുപക്ഷെ ഈ രീതി ഒരു പുതിയ ഒരു നാടകത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പഴയ ഒരു നിങ്ങളതിനെ കമ്മ്യൂണിസ്റ്റാക്കിയുടെയൊക്കെ ഒരു പാരമ്പര്യത്തിൽ വരുന്ന, എന്നാൽ സിനിമയും ഫലപ്രദമായി വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് കാട്ടുകുതിര എന്നാണ് സിനിമ. കാട്ടുകുതിര വലിയ രീതിയിൽ ശരിക്കും നാടകത്തെ അങ്ങനെ തന്നെ അവലംബിക്കുമ്പോഴും സിനിമയുടെ ഒരു തരം ഒരുപക്ഷെ അഭിനയത്തിൻ്റെ ഒരു ഇതുകൊണ്ടാകാം, പക്ഷേ വലിയ രീതിയിൽ സിനിമാറ്റിക്കായിട്ട് സിനിമയിലും ഒരു ഫലപ്രദമായി പ്രവർത്തിച്ചൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ 5-6 ഉദാഹരണങ്ങൾ എടുത്താൽ തന്നെ, മലയാള സിനിമയ്ക്കകത്ത് തന്നെയുള്ള ഉദാഹരണങ്ങൾ എടുത്താൽ തന്നെ എങ്ങനെയാണ് ഒരു രീതിയിൽ നാടകത്തെ സിനിമ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നാടകത്തെ ടെക്സ്റ്റ് എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നാടകത്തിൻ്റെ അവതരണ പാരമ്പര്യങ്ങളെ, അവതരണ ഓർമ്മകളെ, എന്നുവെച്ചാൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയുള്ള സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആയിരക്കണക്കിന് നാടക അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. അതിൻ്റെ ഭാരവും അതിനുണ്ട്, അതിൻ്റെ സ്വാധീനമുണ്ട്, അതിൻ്റെ എന്താ പറയുക ബാധ്യതകൾ അതിനുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ മറ്റ് നാടകങ്ങളും. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് സിനിമ ഈ രംഗപാഠത്തെ, നാടകമുണ്ടാക്കുന്ന രംഗപാഠത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ ഈ സിനിമയും ആ കലയും തമ്മിലുള്ള, നാടകവും തമ്മിലുള്ള ഒരുതരം പുതിയ ഒരു 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 എന്താ പറയുക ഒരു സർഗപരമായ സംഭാഷണം, ഒരു പരിണാമം അതിൻ്റെ അകത്ത് സംഭവിക്കുമ്പോഴാണ് ഒരു പക്ഷേ സിനിമ ഒരു പക്ഷേ പുതിയ ഒരു രംഗപാഠം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ കുറച്ചുകൂടി ഇത് സജിത സംസാരിക്കും. അതിന് ശേഷം നമുക്ക് നമ്മളുടെ സദസ്സിൽ നിന്നുള്ള ഇടപെടലിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം ആഡ് ചെയ്യാം. എനിക്ക് വെങ്കടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പിന്നെ രംഗപാഠം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് നാടകത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഫ്ലൂയിഡായിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഇന്ന് കാണുന്ന നാടകമായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അരങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചെയ്യുന്ന നാടകമായിരിക്കില്ല നാളെ ചെയ്യുന്നത്. അപ്പം രംഗപാഠം ത്തിനൊരു പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റും ഒക്കെ തന്നെ പ്രേംകുമാർ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിലെങ്കിൽ പോലും, പ്രേംപ്രസാദ് പറഞ്ഞ പോലെ ടെക്സ്റ്റ് മാറിക്കൊണ്ടിരിക്കുക. ആ പെർഫോമൻസ് ടെക്സ്റ്റ് ദിവസം പ്രതി ഡയറക്ടർ എത്ര തീരുമാനിച്ചാൽ പോലും ആ ടെക്സ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അത് ആ മാറ്റമാണ്, ആ ഇംപ്രവൈസേഷൻസ് ആണ് യഥാർത്ഥത്തിൽ ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്നുള്ള ഇംപ്രവൈസേഷൻസ് തന്നെയാണ് നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് ലാക്ക് ചെയ്യുന്നത് പിന്നീട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ, ലൈവ് ആർട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിബിലിറ്റി, അത് ഡോക്യുമെൻ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള അവസരങ്ങളും സാധ്യതകളും പോസിബിലിറ്റിയും കുറവാണ് എന്നുള്ളതാണ്. പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ ഒരു നാടക സംഘത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ജോൺ മാർട്ടിൻ എന്ന് പറയുന്ന ഡയറക്ടർ നാടകമൊക്കെ ചെയ്തു കഴിഞ്ഞു, ഞങ്ങൾ റിഹേഴ്സലെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് പെർഫോമൻസിന് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ പഠിച്ചതെല്ലാം, ഇതുവരെ ചെയ്തതെല്ലാം മറന്നേക്കൂ, നിങ്ങൾ സ്റ്റേജിൽ നിങ്ങളുടെ നാടകമാണ് ചെയ്യേണ്ടത് എന്നാണ്. അദ്ദേഹത്തിന് യാതൊരു, നമ്മളെ കേരളത്തിൽ പലപ്പോഴും ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ നിന്ന് അവിടെ പോയപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായും അത് കട്ട് ചെയ്തു എന്നുള്ളതായിരുന്നില്ല, പഠിച്ചതെല്ലാം മാറ്റി വെച്ച് വേറൊന്നും ചെയ്തു എന്നുള്ളതായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു ഭയങ്കര ഫ്ലൂയിഡായിരുന്നു. ആ ഫ്ലൂയിഡിറ്റിയും കൂടിയാണ് രംഗപാഠം നാടകത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ലൂയിഡിറ്റി സംഭവിക്കുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിലാണ്, എഡിറ്റിങ്ങിലായിരിക്കും ഒരുപക്ഷെ ആ ഫ്ലൂയിഡിറ്റി കൂടുതലായിട്ടും സംഭവിക്കുന്നത്. ആ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും മലയാളത്തിൽ ഈ സിനിമയുടെ തിരക്കഥ, പബ്ലിഷ് ചെയ്ത് വരുന്ന തിരക്കഥ രംഗപാഠമായി കരുതുന്നത് തെറ്റായിരിക്കും. പലപ്പോഴും ഈ തിരക്കഥകൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ വരുന്ന തിരക്കഥകളെല്ലാം തന്നെ, എല്ലാ തിരക്കഥകളും യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് ശേഷം ഒരു നാടകം എഴുതിയാണ് സിനിമയെ എഴുതി വയ്ക്കുക ചെയ്യുന്നത്. ആ സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള തിരക്കഥയല്ലത്. അതിൽ എത്രയോ മാറ്റങ്ങൾ വന്നിട്ട്, എത്രയോ ഭാഗങ്ങൾ എടുത്തു കളഞ്ഞിട്ട്, എത്രയോ ഭാഗങ്ങൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അപ്പോൾ അതിന് പലപ്പോഴും തിരക്കഥയായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുമ്പോൾ അത് ഇതേപടി എടുത്തു തോന്നിയായിരിക്കും. ഇതേപടി എടുത്തിട്ടേ ഇല്ലാതെ അത് അവസാനം വന്ന രൂപത്തിൻ്റെ ഒരു എഴുതപ്പെട്ട രൂപം മാത്രമാണ് ഇപ്പോൾ തിരക്കഥ എന്നുള്ള രീതിയിൽ പ്രചരിക്കുന്നത്. വലിയ രീതിയിൽ തെറ്റിദ്ധാരണജനകമാണ് അത്. ഈ ഒറ്റ കാര്യം, റിഹേഴ്സലിൻ്റെ കാര്യം സജിത പറഞ്ഞപ്പോഴാണ് ഈ പാരഞ്ജിത്തിൻ്റെ നക്ഷത്രം നഗർகிறது എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ, അത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ നക്ഷത്രം നഗർகிறது, അതിൽ ഒരു നാടകം റിഹേഴ്സ് ചെയ്യുകയാണ് ഇവർ. ആ നാടകത്തിൻ്റെ റിഹേഴ്സലാണ് അതിൻ്റെ പ്രധാന ഭാഗം. അപ്പോൾ ആ നാടകം, അതായത് അവിടുത്തെ കാസ്റ്റ് വയലൻസ്, തമിഴ്നാട്ടിലെ കാസ്റ്റ് വയലൻസ് ആണ് അതിലൊരു ഇഷ്യൂ. കാസ്റ്റ് വയലൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പേരും നാടകക്കാതൽ എന്ന് പറയും. നമ്മുടെ ഇപ്പോൾ ഇവിടെ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന പോലെയാണ് നാടകക്കാതൽ അവിടെ. അതായത് ദളിതരായ
ഒരു പിന്നെ യുവാവ് മേൽജാതിക്കാരിയായ ഒരാളെ കാതൽ നാടകം, അതായത് പ്രേമനാടകത്തിലൂടെ വഞ്ചിക്കുന്നു എന്ന അതിനെ സംബന്ധിച്ചാണ് നാടകം. ഈ നാടകത്തിൻ്റെ റിഹേഴ്സലിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ കാസ്റ്റ് ഇക്വേഷനും അവരുടെ സെക്ഷുവാലിറ്റി ഇതെല്ലാം പുറത്തേക്ക് വരികയാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ ആ നാടകത്തിൻ്റെ റിഹേഴ്സലാണ് നാടകത്തിനെക്കാട്ടിലും പ്രധാനമായിട്ടുള്ള നക്ഷത്രം നഗരകൃത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സിനിമയാണ് എനിക്ക് തോന്നുന്നത് നാടകത്തിൻ്റെയും സിനിമയുടെ ഹിസ്റ്ററിയിൽ. ഒരു വിഷയം കൂടി വിനയകുമാറും അതുപോലെ പ്രേംപ്രസാദും സംസാരിക്കുക. അതിനുശേഷം നമുക്ക് ഈ റിഹേഴ്സലിനെ അരങ്ങാക്കി മാറ്റുന്ന സിനിമകളുണ്ട്, നാടകങ്ങളുണ്ട്. അമേച്ചർ നാടക മത്സരത്തിലൊക്കെ വിജയിച്ചിട്ടുള്ള ഒരു നാടകം എന്താണ് ഈ പി രാജഗോപാലിൻ്റെ കേളു. അത് ഈ അണിയറയെ അരങ്ങാക്കി മാറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാൻ തോന്നിയത്, ഇപ്പോൾ നമ്മൾ കഥകളിയുടെയൊക്കെ ഒരു നാടാണ്. അപ്പോൾ അത് ഈ പറഞ്ഞൊരു പഠിച്ചത് അതേപടി ക്ലാസിക്കലായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാവും. അതിൽ നിന്ന് അനങ്ങിയാൽ, ഇപ്പോൾ സജിത പറഞ്ഞ പോലെ അതിൽ നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവും, തെറ്റിച്ച പ്രശ്നമാവും. ഇതൊക്കെ ഉണ്ട്. നേരെ മറിച്ച് നാടകത്തെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രമായി അഭിനയിക്കാൻ മാൻ പവർ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ആ മാൻ പവർ ഉപയോഗിക്കുമ്പോൾ അത് ഗംഭീരമാവുന്നതിന് ഈ സെറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള രീതിയുണ്ട്. സെറ്റും കാര്യങ്ങളൊക്കെ വളരെ അധികം ഉപയോഗിച്ചുകൊണ്ട് മാൻ പവറിനെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അധികം ഉപയോഗിച്ചിരുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിനിമയുടെ കാര്യത്തിൽ ഉള്ളൊഴുക്കൊന്ന് മനസ്സിൽ കൊണ്ടുവന്നത്, അതിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടല്ലോ. ആ വെള്ളം ശരിക്കും പറഞ്ഞൊരു എല്ലാറ്റിനും തടസ്സമായി നിൽക്കുന്നതാണ്. എല്ലാറ്റിനും തടസ്സമായി, ജീവിതത്തിന് തന്നെ തടസ്സമായി നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് അതിനെ കാണാൻ കഴിയും. ദീപൻ ശിവരാമൻ്റെ നാടകങ്ങൾ, സ്പൈനൽ കോഡ് മുതൽ ഈ ഇബ്സൻ്റെ നാടകം വരെ ഓർത്താൽ അതിലൊക്കെ ഈ സെറ്റ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നമ്മൾ മലയാള നാടകങ്ങളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഉപയോഗിക്കുന്നു. ആ ഉപയോഗിക്കുമ്പോൾ അതിൽ മാൻ പവറിന് ശക്തി കുറയുന്നു എന്നൊരു തോന്നൽ സത്യത്തിലില്ല. അത് സൂക്ഷ്മമായി അഭിനയിക്കുന്നതിന്, സൂക്ഷ്മമായി ശരീരത്തെ ഉപയോഗിക്കുന്നത്, മനസ്സിനെ ഉപയോഗിക്കുന്നതിനൊക്കെ ഈ വലിയ സെറ്റുകളും പ്രയോജനപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാവാം. ഇവനായിട്ട് പറഞ്ഞൊരു അഭിപ്രായത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ പറയണത്. വാസ്തുവിൽ ഇപ്പോൾ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ജി പി ഒക്കെ പറയുമ്പോൾ ഒരു സങ്കര മാധ്യമം എന്ന രീതിയിൽ നാടകവും തീർച്ചയായിട്ടും ഒരു സങ്കര മാധ്യമം ആണ്. കാലത്തിൽ ഈ പുതിയ ഇന്നോവേഷൻസ്, കണ്ടുപിടുത്തങ്ങൾ ഒക്കെ തന്നെ നാടകത്തിൽ സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നു എന്നുള്ളതാണ്. അത് പവർഫുള്ളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്ന എല്ലാ സാധ്യതകളും തീർച്ചയായിട്ടും അരങ്ങിൻ്റെ ഭാഷയിലേക്ക്, സ്റ്റേജിൻ്റെ ഭാഷയിലേക്ക് മാറ്റുന്ന സമയത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ സെറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതിൽ വെച്ചാൽ ഒരു ബ്ലാക്ക് സെറ്റിൽ ജോസ് ചെറുമൽ പാബ്ലോ മെരിയോഫ്രട്ടിയുടെ പാബ്ലോ നെരൂദ എന്നുള്ള നാടകം അവതരിപ്പിച്ചു. ഒരു ബ്ലാക്ക് സെറ്റാണ്, നെരൂദയുടെ വീടാണ്. ആ വീട്ടിൽ കാണിച്ച ഒരു പൂവ്, ആ നെരൂദിരിക്കുന്നതിൻ്റെ വാതിലിൻ്റെ അടുത്തൊരു പൂവ്, മനോഹരമായിട്ട് പൂവ് ഞാൻ കിടക്കുന്നത് മാത്രമേ വെച്ചുള്ളൂ. പക്ഷെ ഭയങ്കര ഡയമെൻഷൻ, ഒരു കവി, അയാളുടെ കാഴ്ചപ്പാട്, അയാളുടെ സൗന്ദര്യ സങ്കല്പമൊക്കെ എടുക്കുന്നത്. അപ്പം അത്തരം സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ മീനിങ്ഫുള്ളായിട്ടുള്ള ലൈറ്റിങ്, ഏറ്റവും മീനിങ്ഫുള്ളായിട്ടുള്ള മ്യൂസിക്, അതൊക്കെ നാടകത്തെ തീർച്ചയായിട്ടും രംഗഭാഷയാക്കി മാറ്റുമ്പോൾ വ്യത്യാസം വരുത്തുന്നുണ്ടെന്നുള്ള സൂചിപ്പിക്കുകയാണ്. തിരക്കഥയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടി പറയാണ്. ഇപ്പോൾ തിരക്കഥ എന്ന് പറഞ്ഞപ്പോൾ MTയുടെ തിരക്കഥ ഉണ്ടെങ്കിൽ പിന്നെ ആ തിരക്കഥയിലൂടെ ക്യാമറ ചലിപ്പിച്ചാൽ മതി, അത് സിനിമയാവുന്നുള്ള വർത്താനമുണ്ട് ശരിക്കും. പക്ഷേ ഈ തിരക്കഥയും അതിൻ്റെ ഷൂട്ടിംഗ് എടുക്കുന്നതിൻ്റെ എഡിറ്റിംഗ് ടേബിളിലൊക്കെ ഇതൊക്കെ മാറി മറിഞ്ഞ് ഈ പോസ്റ്റ് ഷൂട്ടിങ്ങിന് ശേഷമാണ് സിനിമയായിട്ട് രൂപം കൊള്ളുന്നതെന്നുള്ള സംഗതി. അതാണ് അതിൻ്റെ ശരി. യൂസഫ് സാഹി പറയുന്നുണ്ട്, അതായത് അയാളെ സ്ക്രിപ്റ്റ് റൈറ്റിന് ഒരു നിർമ്മാതാവ് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതാത്തത് നോക്കിയപ്പോൾ ഐ ആം നോട്ട് റൈറ്റിംഗ് സ്ക്രിപ്റ്റ്, ഐ ആം റൈറ്റിംഗ് സിനിമ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളുടെ ചുരുങ്ങിയ സമയമാണുള്ളത്, ക്ഷമിക്കണം, നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കഴിയുന്നതും ക്രിസ്പായിട്ടുള്ള ചോദ്യങ്ങൾ ഏത് പാനലിസ്റ്റിനോടാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദയവീത് ചോദിക്കാം. 4 പേരിരിക്കുന്ന കാരണം കൊണ്ട് ഇപ്പോൾ ആരോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇതിൽ സ്ത്രീ പ്രാധാന്യം ഒരാളെടുത്തുള്ളൂ. 4 പുരുഷന്മാർക്കൊരു സ്ത്രീ, പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സമൂഹമാണ്. അത് പോട്ടെ. മറ്റൊന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, മാഡം പറഞ്ഞു, സജി മാഡം പറഞ്ഞു, സ്ക്രിപ്റ്റ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞു. മലയാള സിനിമയിലെ ഏറ്റവും കാതലായിട്ടുള്ളതാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ സിനിമ ഇല്ല എന്ന് പറയുന്ന സംവിധായകരുണ്ട്. സ്ക്രിപ്റ്റാണ് അതിൻ്റെ കാതൽ.
മറ്റൊന്ന് നമ്മുടെ ടെക്നോളജി നമ്മുടെ എത്രമാത്രം നമ്മുടെ നാടകങ്ങളിലും സിനിമകളിലേക്കും അതിനെ സംസ്കരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇപ്പം മുകുന്ദൻ്റെ അല്ല നമ്മുടെ അവൻ്റെ ഒരു ഇപ്പോൾ അടുത്ത് വന്നല്ലോ റോബോ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന് യാതൊരു പ്രസക്തിയില്ല, ഒക്കെ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അതിൽ. അതുപോലെ ഫെനീനയുടെ നാടകത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു സാരി ഇറ്റ്ഫോക്കിൽ വന്നിട്ട് നാടകമാണ് ഫെനീനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റാലിയൻ സംവിധായകൻ്റെ, അതിൽ മുഴുവൻ ടെക്നോളജി ഉപയോഗിക്കുന്നത്. നാടകത്തിന് തിയേറ്ററില്ല. നേരെ മറിച്ച് നമ്മൾ ഡ്രാമ സ്കൂളിലത്തെ മേഘനാഥൻ എന്നുള്ള സിനിമയിൽ ഒരു സാരി ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സമകാലികത്തിൽ മുഴുവൻ ഉണ്ണിമൂന്നര സിനിമയാണ് ഞാൻ പറഞ്ഞത്, റോബോ എന്ന് പറഞ്ഞ സിനിമ. അതിൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് എല്ലാ ഇതുകൊണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം പല സിനിമകളിലും ടെക്നോളജി ഭയങ്കരമായിട്ട്, നടന്മാർക്കൊന്നും സ്ക്രിപ്റ്റിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ടെക്നോളജിയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അത് വെങ്കിടേ പറഞ്ഞാലും കുഴപ്പമില്ല, ആരോ പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ടെക്നോളജി എന്താ പറയുക ഉപയോഗിക്കപ്പെടുന്നതെന്ന് പറയുന്നത് സിനിമയെ സംബന്ധിച്ചുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. വെച്ചാൽ സിനിമ എല്ലാ കാലത്തും ടെക്നോളജിക്കലായിട്ടൊരു മീഡിയമാണ്. അത് എല്ലാ കാലത്തും എന്താ പറയുക പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ളൊരു ഇന്ന് ഒരു പക്ഷേ സിനിമയിൽ ധാരാളം പേർ ചർച്ച ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യർ ഇപ്പോൾ മുമ്പ് നമ്മുടെ ഈ ഓണ്ടോളജി ഓഫ് ദി ഇമേജ് എന്ന് പറയും, ഇമേജിൻ്റെ ഒരു ഭാവശാസ്ത്രം, ഭാവപരത എന്ന് പറയുന്നത്, പണ്ട് നിങ്ങൾ ഒരു സെല്ലുലോയിഡിൽ നിങ്ങൾക്ക് എന്തും ഷൂട്ട് ചെയ്യണം, ഒരു ഫിസിക്കൽ റിയാലിറ്റി വേണം, ഒരു മനുഷ്യൻ വേണം, അല്ലെങ്കിൽ ക്യാരക്ടർ വേണം. അനിമേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു വസ്തു ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് അനിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടെക്നോളജി ഡിജിറ്റലായിട്ട് നിങ്ങൾക്കൊരു ഷൂട്ട് ക്യാമറ തന്നെ വേണ്ട സിനിമയ്ക്ക്, നിങ്ങളുടെ കമ്പ്യൂട്ടർ തന്നെ ഒരു സിനിമ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ മനുഷ്യരൂപങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റോബോ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ എവിടെയാണ് രജനീകാന്തുകളുടെ ശരീരമുള്ളതും രജനീകാന്ത് പറയുന്ന ഒരു അനിമേറ്റഡ് ഗ്രാഫിക് ഇമേജുകളൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ പല ആക്ടേഴ്സിൻ്റെയും അവർ അഭിനയിക്കും, നമ്മൾ സാധാരണ റിയലിസ്റ്റിക് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന സിനിമകൾ തന്നെ ധാരാളം ഈ ഗ്രാഫിക് കറക്ഷൻസ് നടക്കുന്നുണ്ട്, ഗ്രാഫിക്കായിട്ട് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ. ഈവൻ മ്യൂസിക് എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന പാട്ടിൽ പലതും ആൾക്കാർ പാടുന്നതുമില്ല, പാട്ടിലെ ആ ശബ്ദത്തെ തന്നെ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും ടെക്നോളജി. അപ്പോൾ ഇത് എന്ന് പറയുന്ന, അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഓഥർ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ അഭിനേതാവ് എന്നൊക്കെ പറയുന്ന ഒരു കർത്തൃത്വം എത്ര കണ്ട് നിലനിൽക്കുന്നു എന്നൊരു ചോദ്യം ഓൾറെഡി ഉണ്ട് സിനിമയ്ക്കകത്ത്. ഇപ്പോൾ ധാരാളം ഇപ്പോൾ ഹാരി പോട്ടർ പോലുള്ള സിനിമ അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്ന് പറയുന്നത് വിർച്വൽ ആക്ടേഴ്സ് എന്ന് പറയുന്ന ഇപ്പോൾ ധാരാളം നമ്മൾ AI വഴി കാണുന്ന ഒട്ടേറെ സിനിമകൾ, നാടകങ്ങൾ AI ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസാണ്. അവർ ശരിക്കും മനുഷ്യരൂപമുണ്ടെങ്കിലും മനുഷ്യരല്ലല്ലോ അത്. അപ്പോൾ ഇത്തരം ഒരു ട്രാൻസ്ഫോർമേഷൻ എന്താ പറയുക ടെക്നോളജി സാധ്യമാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ മനുഷ്യനെ അതേപടി നിങ്ങൾക്ക് ഒരു മനുഷ്യരൂപത്തെ സംസാരമായാലും സംഭാഷണമായാലും ശരീരമായാലും അങ്ങനെ തന്നെ അവതരിപ്പിക്കാൻ പറ്റുന്ന, സിമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിർച്വൽ റിയാലിറ്റിക്കകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ വിർച്വൽ റിയാലിറ്റിയുടെ കല അല്ലെങ്കിൽ കലാ അനുഭവം എന്താണ് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നിങ്ങൾ ഈ നമ്മളൊരു അഭിനയം കാണുന്നു, അത് ശരിക്കും ഒരു മനുഷ്യനല്ല, ഒരു വിർച്വൽ ഇമേജാണ് എന്നറിഞ്ഞാൽ നിങ്ങളുടെ അനുഭവത്തെ അത് സ്വാധീനിക്കുന്നുണ്ടോ? അതോ മനുഷ്യൻ തന്നെയാണെങ്കിൽ അത് നിങ്ങളെ എന്താ പറയുക കൂടുതൽ അടുപ്പം തോന്നിക്കും? ഇതൊക്കെ ഒരു വളരെ വളരെ അടിസ്ഥാനപരമായ കലാനുഭവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ചോദ്യങ്ങളാണ്. ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞു നിർത്താം. ഉദാഹരണത്തിന് ഇപ്പോൾ ബിനുവേലിൻ്റെ ഒരു സിനിമയുണ്ട്, ആൻഡ്ലൂഷ്യൻ ഡോഗ് എന്ന് പറഞ്ഞത്, അൺഷ്യൻ ആൻഡ്ലൂ എന്ന് പറയുന്ന സിനിമയിലെ ഒരു പ്രധാന രംഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ കണ്ണ് കട്ട് ചെയ്യുന്നതാണ്, കണ്ണിലൂടെ ഒരു റേസർ ബ്ലേഡ് കടന്നു പോകുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണ് കട്ട് ചെയ്യുന്നത് ആ സമയത്ത് ക്യാമറ മുഖം തിരികുകയാണ് ചെയ്യുന്നതിൽ എന്നുവെച്ചാൽ അത് നിങ്ങൾക്കത് കാണാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ. അത് ക്യാമറ കട്ട് ചെയ്തിട്ടൊരു മേഘത്തിലേക്ക് കട്ട് ചെയ്യും. അതേ സീൻ യഥാർത്ഥത്തിൽ ശ്വാസനഗറുടെ പടത്തിലുണ്ട്, ട്രൂ ലൈസിലുണ്ട്, അല്ല ഇയാളുടെ ടെർമിനേറ്ററിലൊക്കെ ചെയ്യുന്നില്ല, കണ്ണൂരി മുറിച്ച് കാണിക്കുന്നുണ്ട്. അതെന്താ ആ അനുഭവം സാധ്യം? അത്തരം വയലൻസ് അത് സാധ്യമാകുന്നത് അല്ലെങ്കിൽ അത് കാണാൻ പറ്റുന്നത് അത് ഡിജിറ്റലാണെന്ന് അറിയുന്നതുകൊണ്ട് കൂടിയാണ്. ഈ റിയൽ ആണെങ്കിൽ ആൾക്ക് സഹിക്കാൻ പറ്റില്ല, പക്ഷേ ഡിജിറ്റലാണെന്ന് അറിയാം. അപ്പോൾ കാണിയുടെയും എന്താ പറയുക കാഴ്ചയുടെയും സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ രീതിയിൽ ഇപ്പോൾ ഇത്തരം വിർച്വൽ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ള വലിയ ചോദ്യമാണ് യഥാർത്ഥത്തിൽ. അതൊരു എനിക്ക് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ചെറിയ ചോദ്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഷേക്സ്പിയർ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ റിച്ചാർഡ് ബേബേജ് എന്ന് പറഞ്ഞ ഒരു ആക്ടറെ ഉദ്ദേശിച്ചാണ് പല ക്യാരക്ടേഴ്സിനെ ഷേക്സ്പിയർ ഉണ്ടാക്കിയിട്ടുള്ളത്. അഭിനയത്തോടു കൂടി
ഉണ്ടായ ഒരു പാഠമാണ് ഷേക്സ്പിയറുടെ പല നാടകങ്ങളെന്ന് കേട്ടിട്ടുണ്ട്. ശരി എനിക്കറിയില്ല. അതേസമയം ബെർണാഡ് ഷായുടെ നാടകങ്ങളൊക്കെ അദ്ദേഹം വളരെ ഇൻ്റലക്ച്വലായിട്ട് ഒരു മുറിയിൽ നിന്ന് എഴുതിയതാണ്. ബെർണാഡ് ഷായുടെ നാടകങ്ങൾ അൺസ്റ്റേജബിൾ ആണെന്ന് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, വളരെ എൻജോയബിളാണ്. സ്റ്റേജ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അഭിനയത്തോട് ചേർന്ന് തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കൃതി, അതായത് അഭിനേതാക്കളും സംവിധായകനും നാടകൃത്തും എല്ലാം കൂടി ചേർന്ന് സൃഷ്ടിക്കപ്പെടുന്ന നാടകമാണോ, അതോ ഒരു ബുദ്ധിജീവി ഒറ്റയ്ക്കൊരു മുറിയിൽ നിന്ന് എഴുതുന്ന നാടകമാണോ? ഏതാണ് കൂടുതൽ ഇഫക്റ്റീവ് ആവുക? ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു നാടക സംഘത്തിനോടൊപ്പം ഇരുന്ന് നാടകം എഴുതുക എന്നുള്ളതാണ്. അത് ഭയങ്കര വ്യത്യാസമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ, ഇതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്. അല്ലാതെ നാടക രചനയായാലും തിരക്കഥാ രചനയാണെങ്കിലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുദ്ധിജീവി മുറിയിലിരുന്ന് എഴുതേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കും. ഒരു സംഘകല തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടകം എഴുത്തിന് പ്രത്യേകിച്ചും ഒരു സംഘത്തിനോടൊപ്പം ഒരു നാടകം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സംഘത്തിനോടൊപ്പം ഇരുന്ന് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി സംസാരിച്ച് അതിൽ വീണ്ടും ഡിസ്കസ് ചെയ്ത് നമ്മൾ വീണ്ടും മാറ്റി എഴുതി അങ്ങനെയുള്ള പ്രോസസ്സിലൂടെയാണ് നാടകമാണെങ്കിലും തിരക്കഥയാണെങ്കിലും ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളത്. അല്ലാതെ എനിക്ക് അങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കാറില്ല. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ കൂട്ടായിട്ട്. അപ്പോൾ അത് പിന്നെ നാടകത്തിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്തതായിട്ടാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ഉണ്ട് അതിൽ. നാടകത്തിൻ്റെ ഒപ്പം നിന്നിട്ട് എഴുതിയിട്ടുണ്ട്, ഒറ്റയ്ക്കിരുന്ന് മുന്നിൽ ആരും ഇല്ല. ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ്റെ കാലത്ത് പഞ്ചാബ് IPTA ചെയ്തിരുന്നത് ഇപ്പോൾ പിന്നെ സജിത പറഞ്ഞൊരു പ്രോസസ്സാണ്. ഒരു കൂട്ടം നാടകപ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവർ ഏത് വിഷയത്തെക്കുറിച്ചൊരു നാടകമാക്കണതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരാളൊരു 1 ലൈൻ പോലെ അത് എഴുതുന്നു. പിന്നെ റിഹേഴ്സൽ പ്രോസസ്സിലാണ് അത് ഡെവലപ്പ് ചെയ്ത് കാണാൻ, ഈ റിഹേഴ്സൽ കാണാൻ വന്നിരുന്ന ആളുകളുടെ അഭിപ്രായങ്ങളടക്കം സ്വീകരിച്ചൊരു പക്ക ഡെമോക്രാറ്റിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നാടകം മാറിയിട്ടുണ്ട്. അത് എഴുത്തിൻ്റെ കാര്യത്തിലും എഴുതി കഴിഞ്ഞിട്ട് ആ ഇടപെടൽ നടക്കും സെക്കൻഡ് സ്റ്റേജിൽ. എനിക്ക് നിങ്ങളുടെ സംസാരം, എൻ്റെ പേര് ശ്രീലത. എൻ്റെ ഒരു സംശയം, ഇവിടെ സംസാരിക്കുന്നത് കേട്ടതിൽ നിന്നുള്ള ഒരിത്, എപ്പോഴെങ്കിലും സദസ്സിൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ട് കഥാഗതി നാടകരചയിതാവിൻ്റെ പിടിയിൽ നിന്ന് മാറിയിട്ട് അതിനൊരു എൻഡുണ്ടായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്? അതായത് സദസ്സിൻ്റെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ട് കഥാഗതിയോ അല്ലെങ്കിൽ അതിൻ്റെ എൻഡോ മാറിയിട്ടുള്ള അനുഭവം മലയാളത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അറിയാൻ താല്പര്യം. നിരവധി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ട്രീറ്റ് പെർഫോമൻസസിലൊക്കെ തന്നെ പ്രേക്ഷകനായിട്ടുള്ള വളരെ ലൈവായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു നാടകം എവിടെ പിന്നെ ലാഗ് ചെയ്യുന്നുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും. എവിടെ അത് ടൈറ്റ് ആവുന്നുണ്ടെന്നുള്ളത് പ്രേക്ഷക പ്രതികരണത്തിൽ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് നാടകങ്ങൾ ഓരോ വേദിയിലും അതിൻ്റെ ക്ലൈമാക്സിലടക്കം മാറ്റം വരുത്തുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടായിട്ട് അത് സ്റ്റേജ് നാടകത്തിലുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഈ സ്ട്രീറ്റിൽ അവതരിപ്പിക്കുമ്പോഴേ ചിലപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്നതല്ല വരുന്നതെന്നുള്ള ധാരണയിൽ തടഞ്ഞു വെച്ചും തല്ലിയിട്ടൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ രാമേന്ദ്രൻ മൊഗേരിനെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തെണ്ടിക്കൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഒറിജിനൽ സ്ക്രിപ്റ്റാണ് തെണ്ടിക്കൂത്ത്. ഈ സ്ക്രിപ്റ്റ് അദ്ദേഹം ഓരോ സമയത്തും വേറെ വേറെ ആയിട്ടാണ് അവതരിപ്പിക്കുക. നിരവധി പലതരത്തിലുള്ള അവതരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡോക്ടർ രാമേന്ദ്രൻ മൊഗേരി. ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ മാറ്റേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷീ ആർക്കൈവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് ചെയ്തിട്ടുള്ളൊരു സ്ട്രീറ്റ് പ്ലേ, പരിഷത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സ്ട്രീറ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ചില റിയൽ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ എന്താ പറയുക പല പല പോളിസീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തിയ സമയത്ത് അത് കൊടുക്കുന്ന മീനിങ് അതായിരുന്നില്ല. അത് അവർ ചെയ്ത് ഇപ്പം നമ്മൾ ടെക്സ്റ്റ് എഴുതുന്നതും പെർഫോമൻസിലേക്ക് വരുമ്പോഴും പല രീതിയിൽ മാറാറുണ്ട്. അപ്പോൾ പെർഫോമൻസ് ടെക്സ്റ്റിൽ അത് കുറച്ച് നെഗറ്റീവായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് മാറ്റേണ്ട ആവശ്യം അങ്ങനെ വന്നിട്ടില്ല. നാടകവും സിനിമയും വ്യത്യസ്ത കലാരൂപങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പഴയകാല നാടകങ്ങൾ സമൂഹത്തിൻ്റെ ഗതി തന്നെ, നമ്മളെ ഉന്നതിക്ക് വേണ്ടിയുള്ള ഗതി തന്നെ ആകെ മാറ്റി കൊടുത്ത നാടകങ്ങളായിരുന്നു പഴയ കാലത്ത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, എനിക്ക് പേര് കിട്ടാൻ ഓർമ്മ, നാടകങ്ങളുടെ പേര് ഓർമ്മ കിട്ടാൻ അങ്ങനെയുള്ള നാടകങ്ങൾ മനുഷ്യർ കണ്ടിട്ട് സമൂഹത്തിന് തന്നെ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ കൊടുക്കുന്ന നാടകങ്ങളായിരുന്നു അന്നത്തെ കാലത്ത്.
നേരെ മറിച്ച് സിനിമ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാടകം കൊണ്ട് എന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നാൽ സിനിമ അങ്ങനെയല്ല. സിനിമയിൽ ഒക്കെ ഒരുതരം ഭ്രമാത്മകമായിട്ടുള്ള സംഭവങ്ങളാണ് സിനിമയിൽ. ഞാൻ ഒന്ന് രണ്ട് സിനിമ കണ്ടിട്ട് ഒരു 10 മിനിറ്റ് സിനിമ കണ്ടിട്ട് ആ സിനിമ പ്രശസ്തമായിട്ടുള്ള കലാകാരന്മാർ വിവരിച്ചിട്ടുള്ള സിനിമ ഞാൻ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്. കാരണം ആ സിനിമയിൽ എന്തോ ഒരു പണ്ടത്തെ കാലത്ത് നാടകം കാണുകയാണെങ്കിൽ ആ നാടകം കുറേ കാലം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഞാൻ കണ്ടിട്ടുള്ള ചെറുപ്പകാലത്ത് കണ്ടുള്ള നാടകങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഞാൻ ചെറുപ്പകാലത്ത് കണ്ടുള്ള കുറേ നാടകങ്ങൾ അതിൻ്റെ ആ ഭാവങ്ങളും അഭിനയങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെയായിരുന്നു പഴയകാല സിനിമകളും. ആ സിനിമകളിലെ പാട്ടുകളൊക്കെ നാട്ടിൻപുറത്തെ കൃഷിക്കാരും കന്നുകൂട്ടുമ്പോഴൊക്കെ പാടി കൊണ്ട് കിടത്തിയിരുന്നു ആ ഓരോ പാട്ടുകൾ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് AI യുഗണ്ട് ആകെ സംഗതികളാകെ മാറിയിരുന്നു. പുതിയ ഭ്രമാത്മകമായിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഞാൻ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഉൾക്കൊള്ളാനും കാണാനും വയ്യാത്ത രൂപത്തിലുള്ള ഒരുതരം എന്തോ ഒരു തരം കാട്ടുകൂട്ടൽ. ഓക്കെ, സമയം അവസാനിക്കുന്നുണ്ട്. ഞാൻ തന്നെ താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. ഓക്കെ, അതായത് നാടകത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയില്ല. ഒന്ന്, നമുക്ക് തമിഴ് സിനിമയുടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ പരാശക്തി മുതലുള്ള ദ്രവീഡിയൻ ഐഡിയോളജി തന്നെ 50കൾക്ക് ശേഷം അവിടെ സമൂഹത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ സ്വാധീനിക്കുന്ന വലിയൊരു ഐഡിയോളജി ആയിട്ട് ഇന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതിന് സിനിമയാണ്. കരുണാനിധി തൊട്ട് അണ്ണാദുരൈ തൊട്ടിട്ട് പിന്നീട് അതിൽ പല ജീർണതകൾ വന്നിട്ടുണ്ടാവും, അവരുപയോഗിച്ചു. ഇപ്പോൾ വീണ്ടും അവിടെ ഈ കാസ്റ്റ് ഇക്വേഷനെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലാണ് സിനിമ എടുക്കുന്നത്. അത് ആ സിനിമയ്ക്ക് അത് സമൂഹത്തെ അത്രമാത്രം സ്തോഭജനകമായ രീതിയിൽ അത് ലോകത്ത് തന്നെ അതിൻ്റെ അത്തരത്തിൽ മറ്റ് ഉദാഹരണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് സമയത്തിനുള്ളിൽ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, കൂടുതൽ ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ വളരെ വിശദമായിട്ട് പറയാൻ കഴിയാത്തത് നമ്മുടെ സമയത്തിൻ്റെ ഉള്ളിൽ എന്തായാലും വളരെ ലൈവായിട്ടാണ് ഇതിൽ ഉള്ള എല്ലാ പാനലിസ്റ്റുകളോടും അതുപോലെ തന്നെ മുഴുവൻ പ്രേക്ഷകരോടും സാഹിത്യ അക്കാദമിക്ക് വേണ്ടിയും അതുപോലെ തന്നെ സാഹിത്യോത്സവത്തിന് വേണ്ടിയും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി.